നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന കർത്താവിനെ പ്രവർത്തിക്കും. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ഒരാത്മാവിനോ എൻ്റെ മേൽ അനുവാദമില്ല. ദാരിദ്ര്യത്തിന് എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ വാരി വിതറിക്കൊടുക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിന് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തതില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കും വലിയ ദൈവത്തിന്റെ അഭിഷേകത്തിനുമായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. മലകളെ നീക്കുന്ന വിശ്വാസത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. ഇന്നും നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. വാക്ക് മാറാത്തവൻ, ഇന്ന് സകല വിഷയത്തിന്റെ മേൽ എന്നെ അത്ഭുതപരമായി നടത്തുവാൻ ശക്തിയുള്ള എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. നമുക്ക് തുറമാനമായി ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാ ദിവസവും കർത്താവിന്റെ വചനം കേൾക്കുവാനും ദൈവത്തിന്റെ ആലോചനകളെ സ്വീകരിക്കുവാനും ദൈവത്തിന്റെ പ്രവൃത്തികളെ അനുഭവിക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. ഇന്നും കർത്താവ് നമ്മളെ ശക്തീകരിക്കും. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവമാണ്, വാതിൽ തുറക്കുന്ന ദൈവമാണ്. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വചന ചിന്ത. സത്യത്തിന്റെ ആത്മാവ് നമ്മളെ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നമ്മളെ സകലത്തിലും വഴി നടത്തും. അന്യഭാഷ സംസാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മുൻപിലേക്ക് നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കും. ആമേൻ. നമ്മൾ ഇന്നലെ രണ്ട് കാര്യങ്ങൾ കേട്ടു. ദൈവത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ നമ്മളെ വഴി നടത്തും. നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അഫലമായി ദൈവത്തിന്റെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, വിശേഷാൽ പ്രവചിക്കണമെന്ന്. അവിടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രവചിക്കുവാൻ കഴിയും. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന കേട്ട് അത് ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്താൽ കഴിയും. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. നമുക്ക് പിന്നെയും കർത്താവിന്റെ വചനത്തിൽ തുടർമാനമായി നമുക്ക് കേൾക്കാം. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ബലപ്പെടാം. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. ഇന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നും നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും എന്നെ നിങ്ങളെയും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം വായിക്കാം. പരിചിതമായ വാക്യമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഞാൻ ഇവിടെ മുതൽ വാക്യം 4 മുതൽ വാക്യം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പിൻ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശുക്രിസ്തു പറയാൻ, മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, എങ്കിലും അവർ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. എന്നിൽ വസിക്കാത്ത കൊമ്പൊക്കെയും പുറത്ത് കളഞ്ഞിട്ട് അവർ ഉണങ്ങിപ്പോകുന്നു. ആ വകയൊക്കെയും ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ചോദിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കേണ്ടതിന് പിതാവ് മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങനെ തന്നെ നിങ്ങൾ ശിഷ്യന്മാരും ആകുന്നു. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ വചനം നോക്കിയാൽ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പിൻ. രണ്ടാമത് പറഞ്ഞു, മുന്തിരിവള്ളിയെ പോലെ കർത്താവ് പറഞ്ഞു എന്നിൽ വസിപ്പിൻ,
എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പിൻ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നിൽ വസിക്കാത്ത കൊമ്പൊക്കെയും പുറത്ത് കളഞ്ഞ് അത് ഉണങ്ങിപ്പോകുന്നു, ആ വക തീയിലിട്ട് കളയുന്നു. 4-ാമതായിട്ട് പറയുന്നു, എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തു ചോദിച്ചാലും അത് ലഭിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കിയോണം, കർത്താവ് പറയുകയാണ്, നിങ്ങളതിൻ്റെ 7-ാമത്തെ വാക്യം നോക്കി കാണാൻ പറ്റും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ. നോക്കിയേ, ദൈവത്തിന്റെ വചനം എന്നിലും നിങ്ങൾ എന്നിലും, രണ്ട് കാര്യമാണ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്തു ചോദിച്ചാലും, നിങ്ങൾ നോക്കി എന്തു ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങളിവിടെ നോക്കിയാൽ നമ്മുടെ മുമ്പിലേക്ക് ദൈവം വലിയൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തരികയാണ്. കർത്താവിന്റെ വചനമകത്തുണ്ടെങ്കിൽ ആ വചനത്തിന്റെ അകത്തുനിന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടും. ഇവിടെ നോക്കി, നമ്മൾ പറയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കുമോ എന്നൊരു സംശയ വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നമ്മളോട് വ്യക്തമായി പറയുന്നു, കിട്ടും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ അത്ഭുതം എനിക്ക് കിട്ടുമെന്ന് പറ. എന്റെ എന്റെ അത്ഭുതം അത്ഭുതം എനിക്ക് കിട്ടും. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അപ്പൊ നിങ്ങൾക്ക് വചനവുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വചനവുമായിട്ടൊരു വ്യക്തിക്ക് ബന്ധം എന്നാന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞു ഇന്നലെ നമ്മൾ കേട്ടു, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ ആത്മാവ് എനിക്കുള്ളത് കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുവെന്ന് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു അല്ലെ? കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ. അപ്പൊ വിശ്വാസത്തിന്റെ ആത്മാവ് എനിക്ക് വിശ്വാസം തന്നിട്ട് വിശ്വാസത്തിലൂടെ ദൈവപ്രവൃത്തികളെ നൽകുന്നു. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒറ്റ വാക്കല്ല, വിശ്വാസം മറ്റെന്തിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകമാണ്. വിശ്വാസം എന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല, വിശ്വാസം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇപ്പം ഒരു മരം അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മരത്തിന് ആരുടെയും സഹായം വേണ്ട, ആ മരത്തിന് സ്വതവേ അവിടെ നിൽക്കുവാൻ കഴിയും. എന്നാൽ മുന്തിരിവള്ളിയിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നിലധികം കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, യേശുക്രിസ്തു പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പൊ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ കർത്താവിന്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, നിങ്ങളിപ്പോൾ ഒരു പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു പ്രതികൂലത്തിന്റെ അകത്ത് നിൽക്കുവാന്ന് വിചാരിക്കട്ടെ, നിങ്ങൾ ഒരു വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു വചനം ഒന്ന് പെട്ടെന്ന് പറഞ്ഞ്, ഒരു വാക്യം ഒന്ന് വേഗത്തിൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വചനം പറഞ്ഞു. യഹോവ തന്റെ സമ്പന്നമായ സംഭരണശാല തുറന്നു, ആകാശം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ചിലത് കേട്ടത് വെച്ച് ഞാൻ അങ്ങ് പറയുകയാണ്. അതായത് നമുക്ക് ഉദാഹരണമായിട്ട്, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിങ്ങളുടെ മുമ്പിൽ തോൽക്കുമാറാക്കും, അവൻ ഒരു വഴിയായി വരും 7 വഴിയായി ഓടിപ്പോകും. അപ്പൊ നിങ്ങളുടെ ഈ വചനം ഇപ്പൊ ദൈവത്തിൽ എങ്ങനെ വസിക്കുന്നത്, യേശുവിൽ എങ്ങനെ വസിക്കാം, യേശുവിൽ നാം വസിക്കുന്നതിന്റെ തെളിവാണ് യേശുവിനെ കർത്താവ് എന്ന് നാം ഏറ്റുപറഞ്ഞത്. അതായത് യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ കൺട്രോളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതാണ് കർത്തൃത്വം. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യുവാൻ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് കർത്തൃത്വം. അതിലൂടെ ഞാൻ യേശു ക്രിസ്തുവിൽ വസിക്കുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ആമേൻ. ഇനി രണ്ടാമതായിട്ട്, കർത്താവിന്റെ വചനം ഞാൻ പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. നമുക്കറിയാം, കുഞ്ഞു പിള്ളേരൊക്കെ ഈ വചനം സാക്ഷ്യം പറയാറുണ്ടല്ലേ. കുഞ്ഞു പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ദൈവവചനത്തിൽ നിന്ന് സാക്ഷ്യം പറയും. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഏതൊക്കെ വാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ട് അവർ സൺഡേ സ്കൂളിൽ എന്ത് ചെയ്യും? വചനം പറയും. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ചോദിക്കണം, മോനെ യഹോവ അല്ലെങ്കിൽ മോളെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന് മോള് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് യഹോവ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയത്തില്ല. എന്താണ് ഇടയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ പറയുമായിരിക്കും ആടുകളെ മേയ്ക്കുന്ന ആള്. അപ്പം എന്നാലൊന്ന് വ്യാഖ്യാനിച്ച്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള കഴിവ് അവർക്കില്ല. പക്ഷെ അവർക്ക് ആ വചനം കാണാപ്പാടം അറിയാം.
ഏത് സമയത്ത് വിളിച്ചു ചോദിച്ചാലും അവർക്ക് ആ വചനം കാണാപ്പാഠം അറിയാം. പക്ഷെ ആ വചനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വചനം അവർക്ക് മനസ്സിലാകാതെ വരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നു, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുമ്പിൽ തോൽക്കുമാറാക്കുന്നു, എന്റെ മുമ്പിൽ തോൽക്കുമാറാക്കുന്നു. അപ്പൊ ഈ വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് എതിർക്കുന്ന ശത്രു അത് എന്തുവായിക്കോട്ടെ, മനുഷ്യനല്ല ഞാൻ ഈ പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സ്വർലോകത്തിലെ ഭൂലോകത്തിലെ സ്വർലോകത്തിലെ അധോലോകത്തിലെയും ദുഷ്ടാത്മസേനയോടാണ്. അവൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും, നിങ്ങളൊരു വാക്യം പറയുമ്പോൾ നിങ്ങളുടെ ശത്രു ഏതുമായിക്കോട്ടെ, ഏത് ശത്രുവായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിക്കുക എന്നല്ല, വചനം പറയുമ്പോൾ എന്നോട് എതിർക്കുന്ന ശത്രു, അപ്പൊ നിങ്ങളോട് എതിർക്കുന്ന ശത്രു ഉണ്ടെന്നും ആ ശത്രു മനുഷ്യനല്ലെന്നും ആ ശത്രു പിശാചിന്റെ തന്ത്രങ്ങളാണെന്നും അത് മാനുഷികമായ മണ്ഡലത്തിൽ കറങ്ങുന്ന എന്തോ വിഷയമാണത്, രോഗമായിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, നിങ്ങളോട് എതിർക്കുവാണത്. എങ്ങനെ നമ്മളോട് എതിർക്കുന്നത് മനസ്സിലാവും? നമ്മുടെ എതിർക്കാന്ന് മനസ്സിലാക്കി നമുക്കിപ്പോൾ അനുകൂലമായ ഒരു വ്യക്തിയും പ്രതികൂലമായ ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങളുടെ അടുത്തൊരു വ്യക്തി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ എന്ത് വെക്കും? നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ ആ വ്യക്തി ചെയ്യും. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളൊരു ഹായ് പറയും, എവിടെ പോവാന്ന് ചോദിക്കും, പിള്ളേർ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കും, നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദ ബന്ധമുണ്ടോ. എന്നാൽ നിങ്ങളുടെ എതിർക്കുന്ന വ്യക്തിയാണെങ്കിലോ നിങ്ങളെ കാണുമ്പോൾ ദേഷ്യത്തോടെ നോക്കുന്നു, നിങ്ങൾക്കെതിരെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്ന രീതിയിൽ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നു. ഇതാണ് എതിർക്കുന്ന വ്യക്തി. അപ്പൊ നിങ്ങൾക്ക് സ്വസ്ഥത തരാതെ, നിങ്ങൾക്ക് സമാധാനം തരാതെ, സന്തോഷം തരാതെ, ഉയർച്ച തരാതെ ഏതെങ്കിലുമൊക്കെ ഒരു മേഖല മറഞ്ഞിരിക്കുന്നതുണ്ടെങ്കിൽ, കാണാൻ പറ്റാത്തൊരു തലത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണ്, ബ്രദറെ എനിക്കറിയത്തില്ല എന്നാ വിഷയമെന്ന്, എനിക്കൊരു സമാധാനവും ഇല്ല, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ല, കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളോട് എതിർക്കുന്ന ഏതോ ഒരു ശത്രുവുണ്ട്. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? ഈ വചനം ഞാൻ യേശുവിൽ വസിക്കുന്നത് കൊണ്ട്, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നത് കൊണ്ട്, യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അടുത്ത വാക്ക്, ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പോൾ വചനം വസിക്കണം, സ്ഥിരമായിരിക്കണം. നിങ്ങളുടെ അകത്ത് സ്ഥിരമായിരിക്കുക എന്ന് പറഞ്ഞാൽ, വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞിരുന്നല്ലേ, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നവരുമുണ്ട്, സ്വന്തമായി താമസിക്കുന്നവരുമുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നവർക്കും പറയുന്നത് അവർ താമസിക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ വീണ്ടും ചോദിക്കും, നിങ്ങൾ എത്ര നാളായി ഇവിടെ താമസിക്കുന്നവർ പറയും ഞങ്ങൾ 2 വർഷമായി താമസിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്ഥിരം വസിക്കുന്നവരല്ല. വസിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു പ്രോസസ്സാണ്, തുടർച്ചയായി നിൽക്കുന്നതാണ്. എന്നേക്കും വസിക്കുന്നു, നിലനിൽക്കുന്നു. അപ്പൊ സ്വന്തമായി വീടുള്ളവരും വാടകയ്ക്ക് താമസിക്കുന്നവരും തമ്മിൽ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, അവർ വസിക്കുന്നുവെങ്കിലും ആ വാസം പെർമനന്റ് അല്ല, ഏത് നിമിഷവും മാറിപ്പോകാം. എന്നാൽ യേശു പറഞ്ഞു, ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, അബൈഡിങ് നിങ്ങളിൽ വസിച്ചാൽ, നിങ്ങൾ എന്തു ചോദിച്ചാലും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വചനമകത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്. അതായത് നമ്മൾ വചനപ്രകാരം ഒരു വ്യക്തി ദൈവത്തോട് സംസാരിക്കുന്നു, കർത്താവേ അങ്ങയുടെ വചനത്തിൽ ഇങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ടൊരു ബന്ധത്തിലാകണം. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഏത് മേഖലയിലായിക്കോട്ടെ, സാമ്പത്തികമായിട്ട് ഒരു രക്ഷയില്ല, മൊത്തത്തിൽ അങ്ങോട്ട് തകർന്നു കിടക്കുക, ഒരു രക്ഷയില്ല. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വല്ലാത്ത ചില ബുദ്ധിമുട്ട്, രോഗത്താലൊക്കെ നിങ്ങൾ കുടുംബമായിട്ടൊക്കെ ഭാരപ്പെടുക, കുടുംബത്തിൽ ഒത്തിരി പേര് രോഗികളായിട്ടിരിക്കുന്നു, സ്വന്തമായി നിങ്ങൾ രോഗത്തിലായിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു റിസൾട്ടും കാണുന്നില്ല. കുറേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയർ റിക്വസ്റ്റുകൾ അയക്കുന്നുണ്ട്, പക്ഷെ മറുപടികൾ ലഭിക്കുന്നില്ല. അതുപോലെ മറുപടി ലഭിച്ചാലും ഒരു വ്യത്യാസം കാണുന്നില്ല. എങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാത്ത എന്തോ ഒരു തടസ്സമുണ്ട്. അതിനെ ജയിക്കുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനമകത്ത് വസിക്കണം. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിക്കകത്ത് വസിച്ചു കഴിഞ്ഞാൽ ഈ തീക്കകത്തോട്ട് ചാടുന്ന എന്തും വെന്തു പോകും. തീയുടെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? തീക്കകത്തോട്ട് എന്തിട്ടാലും അത് കത്തിപ്പോകും, അതിനെ ദഹിപ്പിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം കയറി സീറ്റേ കയറിയിരുന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ സീറ്റേ കയറി വചനം കയറിയിരുന്നാൽ പിന്നെ വേറൊന്നിനെ അവിടെ ഇരുത്തത്തില്ല. ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം തീ പോലെയാണ്. ദൈവത്തിന്റെ വചനം തീ പോലെയാണ്. അപ്പൊ ഇത് അകത്തോട്ട് കയറിയാൽ പിന്നെ വരുന്നതിനെയല്ല ഇത് ദഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കും.
ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ പറയുകയാണ്, വലിയ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നു, വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, വലിയ ഞെരുക്കത്തിലൂടെ പല മേഖലയിൽ നിങ്ങളുടെ ഫിനാൻസ് മുടങ്ങി കിടക്കുന്നു, അതങ്ങോട്ട് ശരിയാകുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഉള്ളതെല്ലാം ബ്ലോക്കായി കിടക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉടനെ വിളിച്ചു പറയുകയാണ്, ഈ വാക്യം പറയുന്നു, യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. നോക്കിക്കേ, എൻ്റെ കളപ്പുര എന്തുമാകാം. എൻ്റെ ജോലി ചെയ്യുന്ന എൻ്റെ നമുക്കറിയാം, കളപ്പുര എന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിൻ്റെ അകത്ത് നെല്ല് കൊയ്ത് കൊണ്ടുവെക്കുന്ന സ്ഥലമാണ്. നമുക്ക് നിങ്ങൾ കൃഷിക്കാരല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കാരാണല്ലോ, നിങ്ങളുടെ ബാങ്ക് ആണല്ലോ നിങ്ങളുടെ കളപ്പുര. യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും, തൊടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി മേഖല, ബിസിനസ്, അവിടെയൊക്കെയും യഹോവ എന്നെ അനുഗ്രഹിക്കും. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്നാ വ്യത്യാസം വെച്ചാൽ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടർമാനമായി സംഭവിക്കുന്നതാ. നിങ്ങൾ പറയുന്നു, ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാവോ? പിതാവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്കിപ്പം എന്താ പറയുന്നത്, ഇപ്പൊ കുവൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റോ ഷിപ്പോ കൂടാതെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. നീന്തി പോകുക എന്നുള്ളത് അസാധ്യമാണ്. ആകാശം വഴി ഓടിപ്പോവുക എന്നുള്ളത് അസാധ്യമാണ്, നടക്കത്തില്ല. പിന്നെ എന്താണ് വഴിയുള്ളത്? ഒരു മുഖാന്തിരം വേണം, ഒരു ഫ്ലൈറ്റ് വേണം, അല്ലെങ്കിൽ ഒരു കപ്പൽ വേണം. ഇത് രണ്ടും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തോട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാകണമെങ്കിൽ വചനം ആവശ്യമാണ്. ദൈവത്തോട് എന്നെ കണക്ട് ചെയ്യുന്നത് വചനമാണ്. അപ്പൊ ആ വചനമായി ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഞാൻ അനുസരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി വചനം ഏറ്റു പറയുമ്പോൾ ഞാൻ ദൈവത്തെ അനുസരിക്കുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കുറ്റം പറയുന്നതല്ല ദൈവത്തിന് ഇഷ്ടം. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു. ബൈബിൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കേണ്ടതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ ഫലം കായ്ക്കും. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ഇതെന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവനാമ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? വെളിപ്പെട്ടു വരുന്നു. ദൈവനാമ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നു. ഏതിലൂടെ? കർത്താവിൻ്റെ വചനം നിങ്ങൾ പറയുമ്പോൾ, കർത്താവിൻ്റെ വചനം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മാറുമ്പോൾ, അല്ലെങ്കിൽ ആ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ നാമമഹത്വം നിങ്ങളിൽ വെളിപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, പ്രാർത്ഥന മാത്രം പോരാ, ദൈവവചനത്തെ നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്താണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്? എന്താണ് വചനം വസിക്കുക എന്ന് പറയുന്നത്? രണ്ടും പറയാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം. എൻ്റെ ഉള്ളത്തിലൊരു വചനമുണ്ട്. എൻ്റെ ഉള്ളത്തിലൊരു വചനമുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറയത്തില്ല, ഞാനൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? ഇദ്ദേഹം എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്, എന്നാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ അതിന് വിരോധമായിട്ട് എന്തോ കാര്യം നിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കത്തില്ല, എന്താ അതൊന്നും ഞാൻ പറയത്തില്ല, അത് വരുന്നപ്പോൾ കാണാന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാര്യത്തെ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ വചനമാണ് നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്ന വചനമാണ് എൻ്റെ ഭാവിയിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ വചനമാണ് അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന വചനമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത്.
അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ എന്നിൽ വസിക്കുകയും, അതായത് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിലൂടെ യേശുവിൽ ഞാൻ വസിക്കുന്നു. 2, യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ഞാൻ വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും കാണുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. കാണുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്വീകരിക്കരുത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതെന്ത്. പിശാചിന്റെ ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരാം. പിശാചിന്റെ ഒരു തന്ത്രം, യേശു ക്രിസ്തുവിനെ വലിയൊരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട്, ആ വലിയൊരു ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് തരാം, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവനും തരാം. അപ്പൊ ഒരു വലിയൊരു കാഴ്ച കാണിക്കുവാൻ അവന് പറ്റും. നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കുറേ കാഴ്ചകൾ കാണിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ, പലപ്പോഴും എൻ്റെ ഉൾപ്പെടെ വരാറുണ്ട് കേട്ടോ, മനസ്സിൽ നമ്മൾ പലപ്പോഴും ദോഷമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഭയങ്കര, ഇപ്പം നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കുവാന്ന് വിചാരിക്കട്ടെ, ഒരു വിഷയം നിങ്ങൾ വചനമൊക്കെ കേട്ട് ഭയങ്കര ബലത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെ, ഉദാഹരണമായിട്ട് പറയുന്നത്, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, ഒരു വഴിയായി വരും 7 വഴിയായി ഓടിപ്പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ബിസിനസ്സും ജോലിയൊക്കെ ചെയ്യുന്നവർ പറയുകയാണെങ്കിൽ, യഹോവ എൻ്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലായിടത്തും ഒരിടത്ത് കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിശാചിന്റെ ഡ്യൂട്ടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനം, നമ്മൾ കഴിഞ്ഞ ദിവസം വിത്തിന്റെ ഉപമ കേട്ട സമയത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ അവൻ എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ പിശാചിനെ ഉയർത്താൻ വേണ്ടി പറയുമല്ല. എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമാജിനേഷൻ്റെ അകത്തോട്ട്, നിങ്ങളുടെ ചിന്താ മേഖലയ്ക്കകത്തോട്ട്, നിങ്ങളുടെ കൺമുമ്പിലകത്തോട്ട് സാഹചര്യങ്ങളുടെ, നിങ്ങളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെ എതിരെയുള്ള കാഴ്ചകൾ കാണിക്കും. ചിലപ്പോൾ എതിരെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഉടനെ നമ്മൾ പാനിക് ആകും, അല്ലേ? പെട്ടെന്ന് നമ്മൾ ടെൻഷൻ ആകും, അയ്യോ കർത്താവേ, ഞാൻ വചനം വിശ്വസിക്കുന്നതിൻ്റെ മൊത്തം എതിരാണല്ലോ. ഉടനെ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പറയുന്നത്, ദൈവത്തോട് അടുക്കുമ്പോൾ എന്താണ് ഈ പ്രശ്നം മൊത്തം വരുന്നത്? യഥാർത്ഥത്തിൽ പ്രശ്നമല്ല ഇത്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതാണവൻ. അവന് ശക്തിയുണ്ട്, പക്ഷെ നിങ്ങളത്രോ ശക്തി അവനില്ല. നിങ്ങളെക്കാൾ പിശാച് ശക്തനല്ല. അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പല ആൾക്കാരും പറയാറില്ലേ, ബ്രദറെ, അതുവരെ വലിയ പ്രശ്നമില്ലായിരുന്നു, ഞാൻ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് എനിക്കറിയത്തില്ല, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ പൊങ്ങി വരിക. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? നിങ്ങൾ വിശ്വസിക്കുന്ന വചനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവൻ കാണിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ഡ്യൂട്ടി അവൻ നന്നായി ചെയ്യുക. ശ്രദ്ധിച്ചോണേ. യേശു പറഞ്ഞ വാക്ക് എന്താണ്? ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആ വചനപ്രകാരം എന്ത് ചോദിച്ചാലും അത് കിട്ടിയിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ഭാഗം ക്ലിയർ ആകട്ടോ, അത് കിട്ടും. നിങ്ങൾ ആ മലയാളത്തിന്റെ ആ പദം ഒന്ന് നോക്കിക്കേ, മലയാള ഭാഷയിലെ ആ ഒരു പദം നോക്കി എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് കിട്ടും എന്നൊന്ന് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഈ ഒരു വാക്ക് മാത്രം ഒന്ന് അത് കണ്ടുകൊണ്ടൊന്ന് ഉറക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞ് ആ വാക്ക് മാത്രം ഒന്ന് പറഞ്ഞ്. അത് കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ദൈവം പറയുന്നു കിട്ടും, യേശുക്രിസ്തു പറയുന്നു കിട്ടും. പക്ഷെ എൻ്റെ മൈൻഡ് പറയുന്നു കിട്ടത്തില്ലെന്ന്, പിശാച് പറയുന്നു കിട്ടത്തില്ലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ യഥാർത്ഥത്തിൽ ആരുടെ പക്ഷത്താ നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഏതൊക്കെ വലിയ സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ എന്തു ചെയ്യണം? അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം, ഇത് പിശാചിന്റെ കള്ളത്തരവാണല്ലോ. അയ്യോ ബ്രദറെ, അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളൊരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അല്ലേ? കർത്താവ് പറയും, പറഞ്ഞു നോക്ക് കിട്ടുമായിരിക്കും എന്നാണെങ്കിൽ ഓക്കെ കിട്ടുമായിരിക്കും. അപ്പൊ അവിടെ നമുക്കൊരു ചാൻസ് ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കി, കിട്ടും എന്ന് പറയുന്നു. കിട്ടും. നിങ്ങൾ അകത്ത് വചനം വെച്ചുകൊണ്ട് ആ വചനപ്രകാരം വേണം ചോദിക്കാൻ. വചനം ഇല്ലാതെ ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. വചനം അകത്തു വന്നുകൊണ്ട് വചനപ്രകാരം നാം ചോദിക്കുമ്പോൾ ആ വചനമാണ് ദൈവം അത്ഭുതമാക്കുന്നത്, വേറൊന്നുമല്ല. വചനമാണ് ദൈവം അത്ഭുതമാക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയല്ല. അപ്പൊ പ്രാർത്ഥന ഞാൻ കുറച്ച് കാണുമല്ല, പ്രാർത്ഥന എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ബലപ്പെടുത്തുന്നതാണ്. എനിക്ക് ബലം തരുന്നതാണ് പ്രാർത്ഥന, എന്നെ ശക്തീകരിക്കുന്നതാണ് പ്രാർത്ഥന. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതം വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ആ വാക്യം എനിക്കൊന്ന് എടുത്തു തരാൻ പറ്റാവോ? സങ്കീർത്തനത്തിലെ അവൻ വചനം അയച്ചു വിടിവിക്കുന്നു.
അപ്പം വചനമാണ് ദൈവത്തിന് വേണ്ടത്. നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ കർത്താവിന് വേണ്ടത് വചനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടോ, നിനക്ക് വിശ്വാസമുണ്ടോ, മനസ്സുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യം എന്നറിയോ? നീ കേട്ടത് എന്താ? 107 സങ്കീർത്തനത്തിൽ സലീം സൗകര്യം ഇട്ടിട്ടുണ്ട് ആ വാക്യം. 107:20 വചനം അയച്ചു വിടിവിച്ചു. അതെന്താ കർത്താവെ? ദൈവത്തിന് വിടിവിച്ചു എന്ന് എഴുതാതെ വചനം അയച്ചു വിടിവിച്ചു. വചനത്തിലൂടെയാണ് ആ വിടുതൽ നടക്കുന്നത്. നോക്കി, നിങ്ങൾക്കറിയാം യേശുക്രിസ്തു എന്തുകൊണ്ടായിരിക്കും നിനക്ക് മനസ്സുണ്ടെങ്കിൽ, എനിക്ക് കുറെ ആൾക്കാർ ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ, നിനക്ക് വിശ്വാസമുണ്ടോ, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്നൊക്കെ യേശുക്രിസ്തു പലരെയും കുറിച്ച് പല ആൾക്കാരെ പറ്റി അവിടെ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ എൻ്റെ പലപ്പോഴും ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ ചോദിച്ചു, കർത്താവെ, അവർ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നത് കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യുമല്ലോ എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കർത്താവെ അങ്ങ് അത് അവരോട് എടുത്തു ചോദിക്കുന്നത്? എൻ്റെ മനസ്സിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? യേശുക്രിസ്തുവിനറിയാം ഇവർ വഴിതെറ്റി വന്നതല്ല. ഒരു ദിവസം യേശുക്രിസ്തു ഗലീലിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ എന്നാ എന്തൊക്കെ ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ട്, എന്നാ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് പ്രാർത്ഥനയ്ക്ക് വന്നവരല്ല, യേശുവിനെ പറ്റി കേട്ടിട്ട് വന്നവരാണ്. നമ്മൾ നോക്കിയാൽ മതി, അവിടെ ഓരോ അത്ഭുതം നടക്കുന്ന സമയത്ത് യേശുക്രിസ്തു ആരോടെങ്കിലും നിനക്ക് വിശ്വാസമുണ്ടോ എനിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി എവിടുന്നോ യേശുവിനെ പറ്റി കേട്ടിട്ട് വന്നതാ. ആ കേട്ടതിൻ്റെ അകത്താ പ്രവർത്തിക്കുന്ന കർത്താവ്. നീ എന്താ കേട്ട വചനം, എന്നെ പറ്റി എന്താ കേട്ടത്, അതിൻ്റെ അകത്താ ഞാൻ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനമാണ് അത്ഭുതം. ആ വചനത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്നത്, പിശാചു വന്ന് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ പ്രയറിന്റെ ലിങ്ക് ഉണ്ട്. ലൈവ് നടക്കുന്ന സൂം പ്രയർ ആണിത്. ഇതിലൂടെ ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നവരെല്ലാവരും അതിലോട്ട് പ്രവേശിക്കാൻ നമുക്ക് ഒരുമിച്ച് സൂമിൽ പങ്കുചേരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. അപ്പൊ വചനത്തിന്റെ ശക്തി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെ. മറന്നുപോലെ, ദൈവം പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെയാണ്. എന്താണ് ദൈവം? എന്തുകൊണ്ട് ദൈവം വചനത്തിലൂടെ പ്രവർത്തിക്കുന്നു? ദൈവം എന്തുകൊണ്ടാണ് വചനത്തിലൂടെ അല്ലാതെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും? തീർച്ചയായും. പക്ഷെ എന്താണ് വചനത്തിലൂടെ പ്രവർത്തിക്കുന്നതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വായിൽ നിന്നും വെളിപ്പെട്ട വാക്കാണ് വചനം. അപ്പൊ ആ വചനപ്രകാരമേ ദൈവം ചെയ്യത്തുള്ളൂ. അത് ആരുടെ കൈവശമുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. അപ്പൊ നിങ്ങളൊരു വാക്യം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന സിറ്റുവേഷൻ, സാഹചര്യം എന്ന് പറഞ്ഞാൽ, പിശാച് അവന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ ഡ്യൂട്ടി അവൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അവനെ നോക്കണ്ട. ചിലർ പറയും, ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദർ, ഇത്രയും നാൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ബ്രദറെ ആ വചനം പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയതിൻ്റെ 5-ാമത്തെ ദിവസം ദേ മൊത്തം ഇളകി മറിഞ്ഞ് തലയും കുത്തി മറിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുന്നു. കണ്ടോ? അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ ഉടനെ നമ്മൾ പറയും, ആരോ പറയുന്നത് ഇതാണ് പോരാട്ടം, ഇതാണ് ബന്ധനം, ഇതാണ് പിശാച്. ഓയ്യോ, പിശാചിനെ അങ്ങോട്ട് ഉയർത്തരുതേ. അവൻ നല്ല മിടുക്കനായതുകൊണ്ട് അവന്റെ ഡ്യൂട്ടി ചെയ്യുക. അവന്റെ ഡ്യൂട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന ചില സങ്കല്പങ്ങളെ, സാഹചര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനം എടുത്തുകൊണ്ട് പോകാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് മുറുകെ പിടിച്ചിട്ട് പറ, ഈ വചനത്തിന്റെ അകത്തിരിക്കുന്ന അനുഗ്രഹത്തെ ഞാൻ കാണും. അതിന് ഞാൻ എന്നാ ചെയ്യണം? യേശു പറഞ്ഞു, വചനം വസിക്കണം. വചനത്തെ വസിപ്പിക്കുവാൻ പഠിക്കണം. വചനത്തെ എന്തിങ്ങനെ വസിക്കുന്നത്? ആ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആമേൻ. ഒരു വീട്ടിൽ താമസക്കാരുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഒരു വീട്ടിൽ താമസക്കാരുണ്ട്. ഇപ്പം നിങ്ങൾ സനിജ സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പുതിയ വീട് മേടിച്ചു. ആ വീട്ടിൽ താമസക്കാരുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പുതിയ വീടാണ്, എങ്ങനെ അറിയാൻ പറ്റും താമസക്കാരുണ്ടോ ഇല്ലയോ? എന്റെ ദൈവമേ, നമ്മളെ നാട്ടുഭാഷയിൽ പറയത്തില്ല, ആളനക്കം അവിടെ ഉണ്ടാവും. ആൾതാമസം അവിടെ ഉണ്ടെങ്കിൽ ആളനക്കം അവിടെ ഉണ്ടാവും നമ്മൾ പറയത്തില്ലേ? ലൈറ്റ് ഒന്നും വേണ്ട, വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിക്കാരൻ ലൈറ്റ് ഇട്ടാൽ പോരെ, അയൽവക്കത്താലും ലൈറ്റ് ഇട്ടാൽ പോരെ. അവിടെ ആളനക്കങ്ങൾ, ആൾക്കാരുടെ പെരുമാറ്റം അവിടെ കാണും അല്ലേ? അങ്ങനെയെങ്കിൽ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങളുടെ അധരത്തിൻ്റെ അകത്തും ആ വചനമുണ്ടാവും. ഒന്ന് പറയുന്നേ,
ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനം ആവശ്യമാണ്. വചനം ഉറക്കെ പറയുമ്പോൾ ബൈബിൾ ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളത്തിൽ അതെനിക്ക് ജീവനും ചൈതന്യവുമായി മാറുന്നു. ജീവനും ചൈതന്യവുമായി മാറുന്നു. ഇരുവായ്ത്തലയുള്ള ഏത് വളിനേക്കാൾ അത് മൂർച്ചയുള്ളതാകുന്നു. അപ്പൊ ഞാൻ ഈ വചനം പറയുമ്പോൾ പ്രതികൂലം മാറാൻ വേണ്ടി പിന്നെ പറയണ്ട, തന്നെ മാറിക്കോളും. ബ്രദറെ, ഞാൻ വചനം പറഞ്ഞിട്ട് ബ്രദറും കൂടെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണ സാഹചര്യമൊക്കെ ഒന്ന് അനുകൂലമാകേണ്ടി വചനം പറയുമ്പോൾ ആ വചനം ബാക്കിയെല്ലാം ക്ലിയർ ചെയ്യും. കാര്യം ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നതാണ് വചനം. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് എനിക്ക് വിശ്വാസം തരുന്നു, പരിശുദ്ധാത്മാവ് എനിക്ക് വചനം തരുന്നു. പക്ഷെ ദൈവവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തുന്നത് എൻ്റെ ഉള്ളത്തിലിരിക്കുന്ന വചനമാണ്. ആ വചനം ഞാൻ പറയുമ്പോൾ ഈ തുടർച്ചയായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിർത്താതെ രാവിലെ എണീക്കുമ്പോൾ ആ അടുക്കളയിലോട്ട് വരുന്ന സമയത്ത് ആ വാട്സാപ്പിലെ മെസ്സേജ് ആദ്യം നോക്കാതെ, ഫേസ്ബുക്കിൻ്റെ അകത്ത് കയറി നിങ്ങൾ ആദ്യം കമൻറ്റുകൾ ഇടാൻ നിൽക്കാതെ, എണീറ്റ് വന്ന ഉടനെ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, എൻ്റെ കുടുംബത്തിൽ ഞാൻ അത്ഭുത സാക്ഷിയായിട്ട് മാറും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും, നന്മയും കരുണയും എൻ്റെ കുടുംബത്തിൽ നിറയും, ഞങ്ങൾ വാരി വിതറി കൊടുക്കും, ഞങ്ങൾ ദീർഘായുസോടെ ഇരുന്ന്, കിടപ്പ് രോഗികളായിട്ടല്ല ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന്, ഒരു മരുന്നും കഴിക്കാതെ ആയുസോടെ ആരോഗ്യത്തോടെ ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കും, ഞങ്ങൾ ഈ നാട്ടുകാർക്ക് മൊത്തം സാക്ഷിയാകും. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ബ്രദറെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ഗുണം? ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ടാകും. കാര്യം ദൈവത്തിന്റെ വാക്കകത്തിരിക്കുക, അതേ കയറിയാ നിങ്ങൾ പിടിച്ചേക്കുന്നത്. ഞാൻ പണ്ട് നാൾ പറഞ്ഞിട്ടുള്ളല്ലോ, യാക്കോബ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് അദ്ദേഹം ഭയപരവശനായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നീ എന്നെ വർദ്ധിപ്പിക്കും. കണ്ടോ, യാക്കോബിന് മനസ്സിലായി, ദൈവത്തിന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം എൻ്റെ അകത്ത് ഉണ്ടായാൽ മതി. ഈ ദിവസങ്ങളിൽ എന്നാ പറയേണ്ടത്? ആ പ്രശ്നം പറയിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തുനിന്ന് ആ വചനം എടുത്തുകൊണ്ടു. എന്നാലും ബ്രദറെ, ഞാൻ ഈ കടഭാരത്തിൻ്റെ അകത്ത് തകർന്നിരിക്കും, പിന്നെ എൻ്റെ പ്രശ്നമല്ലാതെ പിന്നെ എന്നാ ബ്രദറെ ഞാൻ പറയേണ്ടത്? ഞാൻ ഈ വിഷമത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ ബ്രദറെ, എൻ്റെ വിഷമം അല്ലാതെ പിന്നെ എന്നാ ബ്രദറെ ഞാൻ പറയേണ്ടത്? ഞാനിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പറയാതെ പിന്നെ ബ്രദറെ ഞാൻ എന്നാ പറയേണ്ടത്? അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അത് പറഞ്ഞത് കൊണ്ട് എന്താ ഗുണം? നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് എന്താ ഗുണം? ഒന്ന് പറഞ്ഞാ എന്താ ഗുണം? ഒരു ഗുണമില്ല. ഒരു ഗുണമില്ല. വിഷമിക്കണം. നിങ്ങൾ പറയാ, ബ്രദറെ എൻ്റെ ബ്രദറിന് അറിയോ ബ്രദറെ, എൻ്റെ വിഷയം ബ്രദറിന് അറിയോ ബ്രദറെ, ഞാൻ തകർന്ന് അരിപ്പടപാട്ടിരിക്കുക ബ്രദറെ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. നാളെ നിങ്ങൾ പറയാം, ബ്രദറിന് അറിയാവോ, ഞങ്ങൾ 10 ദിവസം അടുപ്പിച്ച് കേട്ടു, 10 ദിവസം അടുപ്പിച്ച് കേട്ടിട്ട് ആ പ്രശ്നത്തിന് വല്ലോ മാറ്റം ഉണ്ടായോ? ഒന്ന് പറ, വല്ലോ മാറ്റം ഉണ്ടായോ? നിങ്ങൾ 10 ദിവസം എന്നോട് ഒരുമിച്ച് പറഞ്ഞു, എന്തേലും മാറ്റം ഉണ്ടായോ? ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞിട്ട് 10 ദിവസം അടുപ്പിച്ചിരുന്നുകൊണ്ട് അങ്ങോട്ട് പറയുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ മുറിവ് എൻ്റെ രോഗത്തെ മാറ്റിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ ദൈവം 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി മാറ്റി തന്നിരിക്കുന്നു. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജമറിയും, തലമുറകളുടെ ഒക്കെയും പേര് പറഞ്ഞിട്ട് വേണം, അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ജോലി സ്ഥലത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം കുടുംബക്കാരുടെ ഇടയിൽ ഞാൻ ഏറ്റവും അനുഗ്രഹമായി മാറും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ലോക രാജ്യങ്ങളിൽ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എന്നിലൂടെ അത്ഭുത രോഗസൗഖ്യങ്ങൾ വെളിപ്പെടും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ പട്ടണങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ അനുഗ്രഹമായി തീരും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു കുറവും വരത്തില്ല. ആ കഞ്ഞിക്കലവും അരിക്കലവും എല്ലാ പാത്രവും എടുത്തു വെച്ചുകൊണ്ട് മുറ്റത്ത് എങ്ങോട്ട് ചുറ്റും വെച്ചുകൊണ്ട് അതേ മുഴുവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയണം, യഹോവ എൻ്റെ കളപ്പുരകളെയും എൻ്റെ കൊട്ടയും മാവ് കുഴിക്കും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. വയലിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കൃഷിപോലും ഗർഭപോലും അനുഗ്രഹിക്കപ്പെടും. ഇതൊരു 10-25 ദിവസം അടുപ്പിച്ച് പറഞ്ഞാൽ എന്നാ സംഭവിക്കുമായിരിക്കും? ഒന്ന് പറ, എന്നാ സംഭവിക്കുമായിരിക്കും? ദൈവത്തിന്
അത്ഭുതം ചെയ്യും. അത്ഭുതം അത്ഭുതം നടക്കും. അനുഗ്രഹം വരും. ഇപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെയാണ് പിശാച് വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, പിശാച് വന്നിട്ട് നിലത്തിൽ അത് വഴിയിൽ വിതച്ച വചനമോ, ഒരുവൻ വചനം കേട്ടിട്ട് പക്ഷികൾ വന്നത് കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നു. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. കർത്താവ് ഉപമയുടെ പൊരുള് പറഞ്ഞു, വിതയ്ക്കപ്പെട്ട വചനമോ സാത്താൻ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നുകൊണ്ട് ആ വചനത്തെ എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ മനസ്സിലായി. നമ്മൾ ഓർത്തൊന്നും പറയാം, പിശാച് ഓടി വരുന്നു, കൊമ്പും വാലുമായിട്ട് വരുന്നു, നമ്മൾ വലിയ പോരാട്ടത്തിലേക്ക് വരുന്നു, സാത്താൻ കയറി വരുന്നു, വീട്ടിൽ കയറി വരുന്നു, പിള്ളേരെ ഉന്തി വിടുന്നു, നിങ്ങളെ ഉന്തി വിടുന്നു, നിങ്ങളെ നടുവേന കൊണ്ടുവരുന്നു, നിങ്ങളെ താഴെ ഇടുന്നു, ഇങ്ങനെയൊക്കെയാണ് കേട്ടത്. അല്ല, നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് നടക്കാത്ത സാഹചര്യങ്ങളെ ഉയർത്തി കാണിച്ചിട്ട്, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ വലിയ പ്രശ്നമാണെന്ന് കാണിച്ചിട്ട്, ഒരു വിഷയത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് കാണിച്ചിട്ട്, ഓരോ വിഷയങ്ങൾ വലിയ വിഷയമാണെന്ന് പറഞ്ഞിട്ട് സൂം ചെയ്ത് കാണിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പയ്യെ പയ്യെ പറയിപ്പിക്കും, ഞാൻ വലിയ വിഷയത്തിൻ്റെ അകത്താ, ഞാൻ വലിയ പ്രതികൂലത്തിൻ്റെ അകത്താ, ഞാൻ ഭയങ്കര കുഴപ്പത്തിൻ്റെ അകത്താ. ഇതിങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞു വർഷം 10 ആയില്ലേ? വല്ലോ മാറ്റമുണ്ടോ? ഇല്ല. ഇനി സ്റ്റോപ്പ് ചെയ്യ്. എന്നിട്ട് ഉറക്കെ അങ്ങോട്ട് വചനം പറ. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. ഒരു രക്ഷയില്ല, തോൽപ്പിക്കും. യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. അത് രോഗമായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, പ്രതികൂലങ്ങളായിക്കോട്ടെ, പിശാചുക്കളായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, എവിടെയായിക്കോട്ടെ, എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. അവൻ ഏത് വഴിയിലൂടെ വന്നെങ്കിൽ, ഒരു വഴിയിലൂടെ വന്നെങ്കിൽ അവനെ 7 വഴിയിലൂടെ തമ്പുരാൻ പറപ്പിക്കും. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പൊ എന്നാ സംഭവിക്കുന്നറിയാവോ? അവിടെ എന്നാ തുറക്കുന്നറിയാവോ? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം സകലത്തെയും വെട്ടി നീക്കിയിട്ട് ജീവനും ചൈതന്യവുമായി, യേശു പറഞ്ഞ വാക്കുണ്ടോ, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാവിലെ മുതൽ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. 1500 പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ പ്രെയർ ലൈനിലേക്ക് ഇങ്ങനെ ഇരുന്ന് എല്ലാ പ്രാർത്ഥനക്കാരും യൂട്യൂബ് തുറന്നിട്ട് അവരുടെ പ്രെയർ ലൈൻ നമ്പർ എഴുതിയെടുത്തിട്ട് അവരിലേക്ക് ഇങ്ങനെ നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എനിക്ക് വേണ്ടി ബ്രദറെ പ്രാർത്ഥിക്കണമേ, എൻ്റെ വിഷയത്തിന് വേണ്ടി. ഓക്കെ, ഒരു തവണ നിങ്ങൾ അയച്ചോ, നല്ലതാണ്, പ്രാർത്ഥിക്കാമല്ലോ. നാളെ മുതൽ അയക്കരുത്. ബ്രദറെ ഇന്നലെ മെസ്സേജ് കിട്ടി, എന്നാലും വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി അയക്കുന്ന ബ്രദറെ വീണ്ടും നിങ്ങൾ അയക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? അത് കേൾക്കുന്ന ആൾക്കാർ പിന്നെയും ഒന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചാൽ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, ചുമ്മാതെ. ഇന്ന് എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് അയച്ചു, ഞാനത് കണ്ടു, സ്വത്രം, സഹോദരിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകട്ടെ. നാളെ നിങ്ങൾ എനിക്ക് അയച്ചാൽ ഞാൻ വായിക്കത്തേ ഉള്ളൂ. എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് അവിശ്വാസമാണ് ഞാൻ ചെയ്യുന്നത്. 2 തവണ ഒരു വിഷയത്തിന്റെ മേൽ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചാൽ അത് വിശ്വാസമല്ല, അവിശ്വാസ. കാര്യം ആദ്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ ഉണ്ടാകും. അപ്പം ഞാൻ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അത് ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അത് ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ അയക്കുന്നു, ഞാൻ പിന്നെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയല്ല നടക്കുന്നത്, ഫോർമാലിറ്റി പ്രാർത്ഥന. ഒന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ട് ഏത് പ്രെയർ ലൈനിലായിക്കോട്ടെ, ഒറ്റ തവണ പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചാൽ പിന്നെ അയക്കരുത്. പിന്നെ അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അത്ഭുതവും നടക്കത്തില്ല. കാര്യം അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയല്ല, അവിടെ നടക്കുന്നത് ഫോർമാലിറ്റി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാന്നല്ല, അത്ഭുതം. പിന്നെ നിങ്ങളെ ബലപ്പെടുത്തണം. നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ അയക്കണം. ഒന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പ്രെയർ റിക്വസ്റ്റ് പറഞ്ഞാൽ പിന്നെ പ്രെയർ റിക്വസ്റ്റ് പറയാൻ പോകരുത്, പിന്നെ വചനം പറയണം. കാര്യം ഇരുവായത്തിലുള്ള വാളെടുത്ത് അങ്ങോട്ട് വെട്ടുക നമ്മൾ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള കർത്താവേ, രോഗശക്തികളെയും രോഗത്തിന്റെ ആത്മാക്കളെയും സകല ശക്തികളെയും ഞങ്ങൾ ഇപ്പോൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുത സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വലിയ പ്രവൃത്തി എന്നോടെ ഉണ്ടാകിയ ആതിര എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി കർത്താവ്
കർത്താവിന്റെ വലിയൊരു ശക്തി ഇപ്പോൾ വ്യാപരിക്കുക. അവളുടെ ഭാവിയെ ഇപ്പോൾ സ്വർഗം തുറക്കുക. ആ കുടുംബത്തിന്റെ മേൽ അന്ധകാരങ്ങൾ ഇപ്പോൾ മാറുകയാ. യേശുവിന്റെ നാമത്തിൽ ആതിരയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ബ്രദറെ എന്റെ വ്യാപരിക്കുന്നു. മോളാ ബ്രദറെ, എന്റെ മോള് മോളാ ആതിരയാ. ബ്രദറെ ആതിര. എന്റെ മോള് ആതിരയാ. ഇപ്പൊ ആ മോക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ അമ്മോളുമായിട്ട് ബന്ധപ്പെട്ട ആ കുടുംബത്തിന്റെ അകത്ത് സെപ്റ്റംബർ മാസവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഉള്ളത് ആ കുടുംബത്തെ ഞാൻ ഇപ്പോൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ മാസം. ബ്രദറെ എന്റെ മോളാ ബ്രദറെ, എന്റെ മോള് സെപ്റ്റംബറിൽ ജനിച്ചതാ. മോളുടെ പേരെന്തുവാ? ആതിര. ആതിര ആതിര. സെപ്റ്റംബർ ജനിച്ച ആതിരയാണ് ഇപ്പോൾ ഉള്ളത്. ആന്ന് ബ്രദറെ, സെപ്റ്റംബർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ മകളുടെ കുടുംബത്തെ കർത്താവ് തുറക്കുക കേട്ടോ. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ ആതിര സെപ്റ്റംബർ മാസം കാണിച്ചത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പ്രതികൂലങ്ങൾ മാറി കുടുംബത്തിന്റെ മേൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ജീവൻ വ്യാപരിക്കുക, ജീവൻ വ്യാപരിക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. അറിയാതെ അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം യേശു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ഇനി പ്രതികൂലത്തിന്റെ അകത്ത് കുടുങ്ങി വലിയ പ്രതികൂലത്തിന്റെ അകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തോട് ഇന്ന് പറഞ്ഞ കൈയെടുത്ത് വെച്ചെന്നിട്ട് പറ, രോഗമേ ആ പ്രഷറിനോടും ഷുഗറിനോടും അലർജിയോടും വേദനയോടും ഒക്കെ പറ, നിനക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വാഴാൻ കഴിയും? ഞാൻ എൻ്റെ അകത്ത് വചനം വസിക്കുന്നു. യേശുവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. രോഗത്തിനോ രോഗത്തിന്റെ ശക്തിക്കോ എൻ്റെ മേൽ, എൻ്റെ ശരീരത്തിന്റെ മേൽ അവകാശമില്ല. ഇപ്പൊ കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ആ വേദന ഇപ്പൊ തന്നെ പറിച്ചു മാറ്റുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറുക, വേരോടെ പിഴുതു പോകുക ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ. ഇങ്ങനെ തന്നെ പറ, ഞാൻ ഇനി ഷുഗറിനോ പ്രഷറിനോ ക്യാൻസറിനോ ഏത് രോഗത്തിനോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മരുന്ന് കഴിക്കാതെ വണ്ണം, മരുന്ന് ഒറ്റയടിക്ക് നിർത്തുമല്ല, ഡോക്ടർ എന്നോട് പറയാൻ വേണ്ടി പോവാ, അയ്യോ ഇത് ഭയങ്കര അത്ഭുതമാണ്, നിങ്ങളിനി മരുന്ന് കഴിക്കണ്ട എന്ന്. ജീവിതകാലം മുഴുവൻ എൻ്റെ ശരീരത്തിൽ ആരോഗ്യം, യേശു എനിക്ക് ആരോഗ്യം വരാൻ വേണ്ടിയ മുറിവേറ്റത്. കർത്താവ് വെറുതെ മുറിവേറ്റതല്ല, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, എൻ്റെ സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ അത്ഭുതത്തിന് വേണ്ടി യേശു ക്രിസ്തു മുറിവേറ്റിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, റീബ എന്ന് പറയുന്ന ഒരു മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ആ റീബ എന്ന് പറയുന്ന മോളുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിൽ ജനിച്ചൊരു വ്യക്തി ആ കുടുംബത്തിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ കുടുംബം ഏറ്റെടുത്താണ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ശക്തിയുടെ വ്യാപാരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആലോചന ഇടപെടുന്ന പറയാനുള്ളവരല്ലാതെ ബാക്കി ആരും ഇന്ന് മ്യൂട്ട് മാറ്റണ്ട. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവെ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. വീടിന്റെ വലത്തുഭാഗത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിന്റെ അകത്ത് എന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഒരു നിർബന്ധം തരിക. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ വലത്തുവശത്ത് താമസിക്കുന്ന ഒരു ഭവനത്തെ, അവിടുത്തെ ആ കുടുംബത്തിന്റെ അകത്തൊരു വ്യക്തിയെ, തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കേൾവി ഞാൻ കേൾക്കുകയാണ്. ആ കുടുംബത്തെ അത്ഭുതമാക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ നിങ്ങളെ ഒരു സാക്ഷ്യമാക്കി ആ കുടുംബത്തിന്റെ മുമ്പിൽ ദൈവം നിർത്താൻ വേണ്ടി പോവാം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് വേദനയിൽ രോഗത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വ്യത്യാസം കാണുന്നവർക്ക് ചാടി പറയണം. യേശുവിന്റെ നാമത്തിൽ. യൂട്യൂബിലും ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ ലൈവ് സൂമിന്റെ പ്രവേശിക്കാനുള്ള ആ ലിങ്ക് അവിടെയുണ്ട്. സാക്ഷ്യങ്ങൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ അയച്ച് നിങ്ങൾ വാട്സാപ്പിൽ അയക്കാവുന്നൊരു നേരിട്ട് പറയാൻ കഴിയുന്നൊരു കാര്യം. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നത് ഞങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ബലമാണ്. ഒരു സാക്ഷ്യം
മറ്റൊരു സാക്ഷി ഉളവാക്കുമെന്നുള്ള വചനത്തിന്റെ ശക്തിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. യേശുവെ നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി യേശുവെ. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ വലത്ത് കാലിന്റെ അസ്ഥിക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. കാലിന്റെ പത്തി മുതൽ മുകളിലോട്ട് വരുമ്പോൾ അസ്ഥിയുടെ നടുവശത്തായിട്ട് പലപ്പോഴും ഭയങ്കരമാകുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ ആ കൈ എടുത്ത് വെച്ച് ഇപ്പോൾ ഈ നിമിഷം ആ രോഗം മാറുക. ഇപ്പോൾ ആ രോഗബന്ധനം ശരീരം വിട്ടു മാറുക. ആ രോഗശക്തി വിട്ടുമാറുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുതിയ അവയവം അവിടെ ഉണ്ടായി വരിക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പ, അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി വാഴ്ത്തുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുടുംബത്തിന്റെ മേൽ സമാധാനം വാഴട്ടെ, കുടുംബത്തിന്റെ മേൽ അത്ഭുതം വാഴട്ടെ, കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തികൾ വാഴട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ നന്ദി കർത്താവേ, യേശുവെ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ കർത്താവിനെ എൻ്റെ അത് കാണുന്നുണ്ട്. ഒരു ലീന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 2 ലീനമാരെ എന്ത് കാണുന്നുണ്ട്, 3 ലീനമാരെ ഞാൻ കാണുന്നുണ്ട്. അതിനകത്ത് ലീന എന്ന് പറയുന്ന വ്യക്തി ജൂൺ മാസവുമായിട്ട് ബന്ധപ്പെട്ട്, ജൂൺ മാസത്തിൽ ജനിച്ച ജൂൺ മാസവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിൽ ലീനയുള്ള വ്യക്തി ഏതാണോ ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നത് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യം ഇന്നവിടെ തുറക്കട്ടെ. അത്ഭുതകരമായ സാക്ഷ്യം തുറന്നു വരട്ടെ. ആ പ്രതിസന്ധി ഇപ്പോൾ മാറുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ വ്യക്തി എന്ന് കേൾക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ സ്വർഗം തുറക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം അവിടെ തുറക്കട്ടെ. സകല പ്രതികൂലങ്ങൾ അവിടെ നിന്ന് മാറട്ടെ, സകല വിഷയങ്ങളും അവിടെ നിന്ന് മാറട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഒരു ഭവനം. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം, പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ഞാനൊരു വലത് കാലില് ഒരു ഇത് പറഞ്ഞായിരുന്നല്ലേ, വലത് കാലില് ഞാൻ ട്രിവാൻഡ്രത്ത് തന്നാണ്, സിന്ധുവാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കാല് ഒടിഞ്ഞിട്ട് ഒത്തിരി നാളായി. അപ്പൊ ഈ വലത് കാലാണ് അത് ഒടിഞ്ഞിട്ട് നമ്മുടെ കാൽപത്തിക്കും മുട്ടിനും ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് എപ്പോഴും അസ്വസ്ഥതയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ പകലും രാത്രിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് ഇപ്പം ബ്രദർ പറഞ്ഞു ആ അസ്ഥിക്കകത്ത് വലത് കാലിൻ്റെ ഇപ്പൊ പറഞ്ഞായിരുന്നില്ലേ, അത് ഇപ്പൊ പറഞ്ഞായിരുന്നു. അത് എന്റെ വീട്ടിലത്തേക്കുള്ള കാര്യമാണ് കർത്താവ് പറഞ്ഞത്. അത് കൈവച്ച് ഹസ്ബൻഡിന് വേണ്ടി ഇപ്പൊ തന്നെ അത് കാണുവാണെങ്കിൽ പ്രാർത്ഥിച്ചോണം. കൈവച്ചത് യേശുവിന്റെ മുറിവിനാൽ ആ വേദന പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ അത്ഭുതത്തിന് വേണ്ടി കൽപ്പിച്ചോണം. അത് സംഭവിക്കുകയാണ്. ആ കൈ അവിടെ വെച്ചോണം. ഇപ്പൊ തന്നെ പറഞ്ഞോണം. അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റും കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വത്തിന് നന്ദി പറയുന്നപ്പ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവരല്ലാതെ ബാക്കി ആരും നിങ്ങൾ മ്യൂട്ട് മാറ്റരുത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, അങ്ങയുടെ വലിയ അത്ഭുതത്തിനായി നന്ദി പറയുന്നപ്പ. ഓരോ വ്യക്തികളെയും ഇന്ന് അനുഗ്രഹിക്കുന്നപ്പ. അവർ അതിരുകൾ വിസ്താരമാകട്ടെ. പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമം. ജൂൺ മാസവുമായിട്ട് എന്നാ ബന്ധം? ലീനയുടെ മകളുടെ വിവാഹമാണ്. ലീനയുടെ മകളാണ് ആതിര. ആതിരയുടെ വിവാഹം 18-ാം തീയതിയാണ്. ശരിക്കും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു കുട്ടിയാണ്. ഇപ്പൊ അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ, ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നില്ല. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കുന്നത്തെന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവിൻ്റെ അടുത്ത് കുന്നത്തെന്ന് പറഞ്ഞൊരു വീട്ടുപേര് കാണിക്കുകയാണ്. ആ വീടിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നു. എല്ലാ ശാപങ്ങളും നീങ്ങി ദൈവത്താൽ ഒരു അനുഗ്രഹത്തെ കർത്താവ് തുറക്കുന്നു. കുന്നത്തുനിന്നാണ് വീട്ടുപേര്.
യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അതിരുകൾ വിസ്താരമാകട്ടെ, നന്മകൾ തുറക്കട്ടെ, സകല പ്രതികൂലങ്ങളും മാറി ദൈവത്താലുള്ളൊരു സാക്ഷ്യമാകട്ടെ, തുറക്കട്ടെ അപ്പ. അനുഗ്രഹിക്കുന്നു കർത്താവായ യേശുവേ. നന്ദി കർത്താവേ, നന്ദി പിതാവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം അങ്ങ് തുറക്കുന്നല്ലോ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പാർവതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തോട് പറയുന്നു. ഞാൻ ഇന്ന് ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിന്റെ ശൂന്യമായ അവസ്ഥകളെ കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു. സകല വിഷയത്തിന്റെ മേൽ ഒരു പരിഹാരത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ ആരെവിടെ മെസ്സേജ് ഇട്ടേക്കുന്നത്, ഇതിൻ്റെ അകത്ത് ലീന എന്ന് പറയുന്ന ജൂൺ മാസവുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജ് ഇട്ടത് ആരാണോ അത് സ്വീകരിച്ചോണം യേശുവിന്റെ നാമത്തിൽ. ഇന്നത് മ്യൂട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ മ്യൂട്ട് മാറ്റി പറയുക. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമായി എന്റെ അമ്മയാണ് ബ്രദർ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്ന് വലിയൊരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകും. ഹലോ, ബ്രദർ എന്റെ അമ്മയാണ് ബ്രദർ പാർവതി. വലിയൊരു സാക്ഷ്യം ആ കുടുംബത്തിന് മേൽ തുറക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. കർത്താവെ ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ല അപ്പ. എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത്. യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഞങ്ങളുടെ അതിരുകളെ ഞങ്ങൾ വിസ്താരമാക്കുന്നല്ലോ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു വീട്, ആ വീടിന്റെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഇടുക്ക വഴിയാണ്, പക്ഷെ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഇറങ്ങി പോകുന്ന വഴിയാണ്. ആ വഴിയിൽ നിന്ന് നേരെ റോഡിലോട്ടാണ് വന്ന് കയറുന്നത്. ആ റോഡിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇടതുവശത്ത്, അതായത് ആ വഴിയിൽ നിന്ന് നേരെ വരുന്ന ഇടതുവശത്ത് കുറച്ച് കടമുറികളുള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. ഇടതുവശത്താണ് കടമുറികൾ. ആ കടമുറിയിൽ ഒരെണ്ണം, ആ ഒരു നിരയിൽ ഞാൻ കാണുന്ന ഒരു മുടിവെട്ട് കടയൊക്കെ ഉള്ള ഒരു കടമുറിയുള്ള ഒരു സ്ഥലമാണ്. ആ നിരയിൽ, ആ ഇടതുവശത്തുള്ള നിരയിൽ കാണുന്നത് ആ വ്യക്തിയുടെ ഭവനമാണ്. അതായത് ഇറങ്ങിപ്പോകുന്നതും കയറി വരുമ്പോഴാണ് ഇടതുവശത്തായിട്ട് ഈ കടമുറി കാണുന്നത്. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്ന അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നതാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്തു നിന്നും ദൈവം മേൽത്തരമായ ഒന്നിലേക്ക് നിങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം കർത്താവ് തരാൻ വേണ്ടി പോകുന്നു. യേശു പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശു എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാൻ ഈ ഓൾ മ്യൂട്ട് ചെയ്യാത്തതിന്റെ കാര്യം പലരും പരാതി പറയും, ബ്രദറെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ഇടപെടാൻ പറ്റിയില്ല, മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് ആരും എന്ത് ചെയ്യരുത്, മ്യൂട്ട് മാറ്റി വെക്കരുത്. നന്ദി കർത്താവ്. ഞാൻ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ആ ഭവനത്തിന്റെ മേൽ സ്വർഗം തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. നന്മ തുറക്കട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, സകല വിഷയത്തിന്റെ മേൽ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ഞാനിപ്പോൾ എല്ലാവരും ഓൾ മ്യൂട്ട് ചെയ്യുവാണേ. നന്ദി കർത്താവ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ മുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നല്ലപ്പ. ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഞാൻ 27,000 രൂപ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചെക്ക് ലീഫ്, 27,000 രൂപ എഴുതിയിരിക്കുന്ന ഒരു ചെക്ക് ലീഫ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാൾ കൈമാറുന്ന ഒരു കാഴ്ച. അത്ര കറക്റ്റ് എമൗണ്ടാണ് 27 എന്നുള്ള ഒരു എമൗണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ചെക്ക് ലീഫാണ് ഞാൻ കാണുന്നത്. കർത്താവ് അതൊരു വ്യക്തിക്ക് വേണ്ടി, ഒരാൾക്ക് തരാൻ വേണ്ടി ചോദിച്ചതാണ്. ആ വ്യക്തി തരുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. അങ്ങനെ ഒരു കണക്ഷൻ കർത്താവ് 27,000 എന്നുള്ളൊരു എമൗണ്ട് എഴുതിയൊരു ചെക്ക് ലീഫാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിനാൽ ഇടപെടുന്നതാണ് ഹൃദയത്തോട്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്ന, അപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സാക്ഷ്യമായി തീരട്ടെ,
സാക്ഷ്യമായി തീരട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കാണിക്കുന്നു. ഈ പ്രദീപിന് ഒരു സഹോദരനും കൂടെ ഉണ്ട്, ഇളയാളാണ് പ്രദീപ്. മൂത്തതും അതിൻ്റെ ഇളയാൾ വേറൊരാളും കൂടെയുണ്ട് പ്രദീപിന്. ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് തുറക്കുന്ന ഒരു സാക്ഷ്യം ആ വ്യക്തിയെയും സ്വാധീനിക്കുന്ന രീതിയിൽ കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഒരു കാഴ്ച രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. അപ്രതീക്ഷിതമായിട്ട് അതുണ്ടാകും. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ ആലോചനയെ സ്വീകരിച്ചാട്ടെ. യേശുവെ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, വലിയ നന്മകൾക്കായി സ്തുതിക്കുന്നപ്പ, വലിയ അനുഗ്രഹങ്ങൾക്കായി സ്തുതിക്കുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഈ നിമിഷം കർത്താവ്, ഞങ്ങൾ രോഗികളായി ഭാരപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ രോഗശക്തികൾ ഇപ്പം ഈ നിമിഷം തന്നെ ഒന്ന് ചെക്ക് ചെയ്തേ. എന്താണോ കഴിയാത്തത് ഇപ്പം നിങ്ങൾക്കൊണ്ടത് പറ്റും. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന പൂർണ്ണമായിട്ടും മാറുന്ന മുട്ടിൻ്റെ മേൽ, അസ്ഥികളുടെ മേൽ, നടുവിൻ്റെ മേൽ, പെടലികളുടെ മേൽ, കാഴ്ചയുടെ മേൽ, എല്ലാ മേഖലയിലും ആന്തരിക അവയവങ്ങൾ പുതിയതുണ്ടായി വരിക. ഷുഗറിനോടും പ്രഷറിനോടും പറയണം, ജീവിതകാലം മുഴുവൻ എനിക്ക് മനസ്സില്ല മരുന്ന് കഴിക്കാൻ. എനിക്ക് കർത്താവിൻ്റെ മുറിവ്, എനിക്ക് വേണ്ടി യേശു രോഗത്തെ വഹിച്ചതാണ്. എൻ്റെ വേദന യേശു അനുഭവിച്ചതാണ്, ഞാൻ അനുഭവിക്കത്തില്ല. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് അത്ഭുതമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ തലമുറകളുടെ ഭാവി തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 1993 ജനിച്ച നിതിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ, ഒരു മകൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നു. 1993 ജനിച്ച നിതിനെ കർത്താവ് സ്പർശിക്കുന്നു പറയുന്നു. അവൻ്റെ ഭാവിയെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. രാജ്യങ്ങളുടെ നന്മയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ആ മകനുമായി ബന്ധപ്പെട്ട സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അവൻ്റെ ഭാവിയെ തുറന്നാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ കുടുംബം സാക്ഷ്യമാകട്ടെ. നന്മ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. സകല സമൃദ്ധിയും കുടുംബത്തിൻ്റെ അകത്ത് കയറട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സാക്ഷ്യങ്ങൾക്കായി നന്ദി പറയുന്നപ്പ, അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നപ്പ. അസാധാരണമായ ദൈവപ്രവർത്തികൾ കർത്താവ് ഈ ദിവസങ്ങളിൽ കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ എല്ലാം നീങ്ങട്ടെ. പ്രതികൂലങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, മനപ്രയാസങ്ങൾ മാറട്ടെ, തകർക്കുന്ന ചിന്തകൾ മാറട്ടെ, തകർന്ന ചിന്തകൾ മാറട്ടെ. ഒരു സൂര്യനെ പോലെ ഉദിച്ചു വരട്ടെ. ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് UK ടൈം 8:30 ഇന്ത്യൻ സമയം 1 മണിക്ക്, രാത്രി 1 മണിയാണ്. ഉറങ്ങാതെ ആർക്കെങ്കിലും ഉറക്കം വരാതെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. സമയം ലിമിറ്റില്ല. ചിലപ്പോൾ നേരത്തെ നിർത്തും, ചിലപ്പം കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഉണ്ട്, അതിൽ പ്രവേശിക്കാം. ഇന്ത്യൻ സമയമല്ല, UK ടൈം 8:30, ഇന്ത്യൻ സമയം 1 AM ആണ്. നമുക്കതിൽ പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരുമിച്ച് ഈ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും, വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും. ഈ സമയം ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ നന്മകളെ കാണാൻ കർത്താവ് ഇടയാക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതച്ചവൻ കൊയ്യും. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലയിലും വർധനവുണ്ടാകും. തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ദൈവത്താൽ സാക്ഷിയാകും. എല്ലാ മേഖലയിലും പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി പോവുക, നന്മയുണ്ടാകാൻ വേണ്ടി പോവുക. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് ഇന്നാണ് പ്രാർത്ഥന. ഞാൻ എൻ്റെ ലിങ്ക് ഗ്രൂപ്പിലിട്ടേക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം, ഒരേ ആലോചന ഒരേപോലെ വന്നവർ എടുത്തെടുത്ത് പറയണ്ട, ഏറ്റെടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, ഒരു പറഞ്ഞു. സാക്ഷ്യം ഇപ്പൊ വലതുകാലിന്റെ ഞരമ്പുകൾക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബ്രദറെ? ഉം. അത് ഇപ്പൊ എന്റെ 2-3 ആഴ്ചകളായിരുന്നു കാലിന് ഭയങ്കര വേദനയും നടക്കാനൊന്നും പറ്റാത്ത രീതിയിലായിരുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥിച്ച സമയം ശരിക്കും സൗഖ്യം വന്നു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നടന്നു നോക്കി. അപ്പൊ
കാലിന് ശരിക്കും മാറ്റം വന്നു. പിന്നെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങളോട് ഈ മെയ് 10-ാം തീയതി ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞ് എങ്ങോട്ട് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് മാറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഞാനത് വർഗീസ് ബ്രദറിനോട് പറഞ്ഞപ്പോ വർഗീസ് ബ്രദർ 2 വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. സദൃശവാക്യങ്ങള് 4-ന്റെ 5ഉം 6ഉം പിന്നെ 4-ന്റെ 26-ാം വാക്യവും പറഞ്ഞു തന്നു. അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവര് ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഇനി 1 വർഷത്തേക്ക് നിങ്ങൾ മാറണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു അത്ഭുതം അവിടെ നടന്നു ബ്രദറെ. ആമേൻ. വലിയ 2 സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഒന്ന്, കാലിനവിടെ വേദന ഉണ്ടായിരുന്നു, ആഴ്ചകളായിട്ട് അത് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് പൂർണ്ണ സൗഖ്യമായി. ഇന്ന് പറഞ്ഞത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച സമയത്ത് അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഇറങ്ങണമെന്ന് പറഞ്ഞവർ പറഞ്ഞു ഇനി വേണ്ട, 1 വർഷം കൂടെ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന, അപ്പം പറഞ്ഞല്ലോ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ, നമ്മുടെ വിഷയം പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല, വചനം പറഞ്ഞാൽ അവിടെ അത്ഭുതം ഉണ്ടാകും എന്നുള്ളതിന്റെ തെളിവാണ് ഈ 2 സാക്ഷ്യങ്ങളും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി സാക്ഷ്യം ഇനിയുമാകട്ടെ, സ്വന്തമായി ഭവനങ്ങൾ ലഭിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഞാനൊരു സാക്ഷി പറയാനാണ്. പറഞ്ഞു. കാരണം ഇന്നലെ എനിക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു ബ്രദറെ. ഞങ്ങളിപ്പോ ദുബായില് മോളുടെ ഡെലിവറി ഉടൻ വെച്ച് വന്നെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഒരു പൂച്ച നഷ്ടപ്പെട്ടെന്നു. അവരുടെ പൂച്ച കാരണം അറിയാതെ വാതില് ലോക്ക് ചെയ്യാതെ ശരിക്കും അടയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് ഇപ്പൊ പൂച്ച വാതിൽ തുറന്ന് പുറത്തു പോയി. അപ്പൊ ആ പൂച്ചേന്റെ ബ്രദർ ഞാനിങ്ങനെ സാക്ഷി പറഞ്ഞപ്പോ ബ്രദർ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടത് മടങ്ങി വരട്ടെ എന്ന് കൽപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിവേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പൂച്ചേനെ കാണാനും അത് പൂച്ചേനെ നഷ്ടപ്പെട്ടത് മടക്കി ലയിപ്പാനും കർത്താവ് സഹായിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുഞ്ഞ് ഇപ്പൊ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ, 1.5 മാസം ആയതേ ഉള്ളൂ. അവള് ഇത് വയറ്റിന്ന് പോകാതെ 6 ദിവസം ഇങ്ങനെ വയറ്റിന്ന് പോകാതിരുന്നു. അപ്പൊ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുഞ്ഞിന്റെ ഇതെല്ലാം പുറത്തു വരട്ടെ, സ്റ്റൂളെല്ലാം പുറത്തു വരട്ടെ. കുഞ്ഞിന് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ കൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ കൊച്ച് ഇത് പാസ് ചെയ്തെന്നുള്ളതാ. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഇങ്ങനെ ഓരോന്ന് കാണുവാൻ എന്റെ മോള് കൂടെ വിശ്വസിക്കാനെല്ലാം ദൈവം സഹായിച്ചു ബ്രദറെ. വീണ്ടും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് പ്രവർത്തിച്ച് കൃപയ്ക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതമായിട്ട് മാറും. നമ്മുടെ ഭാരങ്ങളെ ദൈവം അറിയുന്നല്ലോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു 2 കാര്യം ഉണ്ടായിരുന്നു പറയാൻ. ഒന്ന്, 3 പേര് കൂടി ബിസിനസ് തുടങ്ങിയിട്ട് അത് ഏതാണ്ട് ബ്രേക്കായി. ആ ഒരു ദൂത് പറഞ്ഞിരുന്നു. അതെന്റെ കട്ടായി പോകുന്നല്ലോ സിസ്റ്ററെ. സിസ്റ്റർ ക്ലിയർ അല്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ ആ പറഞ്ഞു സിസ്റ്റർ. 3 പേര് കൂടി ബിസിനസ് തുടങ്ങിയിട്ട് അത് ബ്രേക്ക് ആവണമെന്ന് ബ്രദർ ഒരു ഇത് പറഞ്ഞായിരുന്നു, ഒരു ദൂത് പറഞ്ഞായിരുന്നു. അത് സിസ്റ്ററിലോ ഏറ്റെടുത്ത് വിശ്വസിച്ചു. ഇപ്പോ ആ ബ്രേക്കായി വന്ന ബിസിനസ് വീണ്ടും ഒരാളെടുത്ത് ഏറ്റെടുത്ത് നടത്തിക്കോളാന്ന് പറഞ്ഞ് സിസ്റ്ററെ ക്ലിയർ ആവുന്നില്ലായിരുന്നല്ലോ. സിസ്റ്റർ ക്ലിയർ ആകുന്നില്ല. സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഒരു ആലോചന ഉണ്ടായിരുന്നു, 3 പേര് കൂടി നടത്തുന്ന ഒരു ബിസിനസിന്റെ അകത്ത് കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആയില്ലെങ്കിലും അതിന്റെ അകത്ത് സിസ്റ്റർ പറഞ്ഞത് അതിൻ്റെ അകത്തൊരു സാക്ഷ്യം ഉണ്ടായിരുന്നല്ലേ സിസ്റ്ററെ? ഓഡിയോ ക്ലിയർ ആകുന്നില്ല. ഓഡിയോ ക്ലിയർ ആകുന്നില്ല സിസ്റ്റർ. ഒരു കാര്യം ചെയ്യാവോ, എനിക്ക് ആ സാക്ഷി ഒരു വോയിസ് റെക്കോർഡായിട്ടൊന്ന് അയച്ചു തരാവോ? ക്ലിയർ ആവുന്നില്ല സിസ്റ്റർ പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ക്രൈസ്തലോട് ബ്രദറെ, ഹലോ ക്രൈസ്തലോട് ബ്രദർ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞാൻ ഇപ്പൊ ഏകദേശം ഒരു 7 വർഷമായി ഞാൻ കണ്ണാട യൂസ് ചെയ്യുന്നു. അപ്പൊ എന്റെ ഒരു മിനിറ്റ് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് പറഞ്ഞു സിസ്റ്ററെ. ക്രൈസ്തലോട് ബ്രദറെ, ഞാൻ
ഏഴ് ഒരു മിനിറ്റ്. 7 വർഷമായിട്ട് പറഞ്ഞു. 7 വർഷമായിട്ട് ഞാൻ കണ്ണട യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ പവർ മാറ്റാറായപ്പോ കണ്ണട വെക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങള്. അപ്പൊ എനിക്ക് വായിക്കാനും പറ്റില്ല ബൈബിള്, കണ്ണാടി ഇല്ലാണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഒരു ദിവസം കണ്ണാടി എടുക്കാൻ മറന്നു. എന്നിട്ട് അപ്പൊ ഞാൻ ബൈബിള് ഏറ്റവും ചെറിയ അക്ഷരാ, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണിന് കൈവച്ച് ഞാൻ വചനം പറയാറുണ്ടായിരുന്നു. ഇപ്പോ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് എനിക്ക് ബൈബിള് വായിക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ചെറിയ അക്ഷര ബൈബിള, പക്ഷെ 2 ദിവസമായിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് ബൈബിള് വായിക്കാൻ പറ്റുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം പറയുന്നു. ഇപ്പൊ കാഴ്ചയുടെ ബുദ്ധിമുട്ട് ഇല്ല. ഇല്ല, ബൈബിള് വായിക്കാൻ പറ്റുന്നുണ്ട്. ബൈബിള് വായിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഏറ്റവും ചെറിയ അക്ഷര. സ്വത്രം. അത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ. 7 വർഷമായിട്ട് കണ്ണാടി വെക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പം സിസ്റ്റർ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തു കേൾക്കുന്നോ, ഈ കൂട്ടായ്മയിൽ വചനം നമ്മൾ വിളിച്ചു പറയുന്നോ, വിശ്വാസ പ്രഖ്യാപനങ്ങൾ വിളിച്ചു പറയുന്നോ, അതൊക്കെയും കർത്താവ് നമുക്ക് ചെയ്തൊരു തെളിവാണ്. 7 വർഷമായിട്ട് കണ്ണാടി കൂട്ടുന്നതാണ്. പവർ കൂട്ടേണ്ട അവസ്ഥയായിരുന്നു, കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം പൊതുവെ ബൈബിളിന്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ്. പക്ഷെ സിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പമില്ല, പൂർണ്ണമായി ഒരു കണ്ണാടിയുടെ സഹായമില്ല, അത് കാണാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ. പിന്നെയും പറഞ്ഞോണം, കർത്താവ് നമുക്ക് പുതിയ കാഴ്ചയുടെ മേഖലകളെ തുറന്നിരിക്കുന്നതാണിത്. ഗോഡ് ബ്ലസ് യു. ഇനിയും കർത്താവ് അത്ഭുതങ്ങളാൽ നിറയ്ക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെ 3-4 ദിവസമായിട്ട് എൻ്റെ നടുവിനും കാലിനും കൂടെ വേദനയായിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥനയില് ആ വേദന, എൻ്റെ കാലിന് കുത്താൻ വയ്യാത്ത വേദന ഉണ്ടായിരുന്നു, അതങ്ങ് മാറിപ്പോയി. അത് ഇന്നലെ പറയാൻ പറ്റിയില്ല, കിട്ടുന്നില്ലായിരുന്നു, മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ആ വേദന ഇല്ല, പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു അല്ലേ? മാറി. കർത്താവെ സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. നടുവിനൊക്കെ വേദനയായിരുന്നു. കർത്താവ് ഇന്നലത്തെ പ്രാർത്ഥനയിൽ അത് പൂർണ്ണ സൗഖ്യം, വേദന വേരോടെ കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. അനേകരോട് ഇത് പറയണം, എന്നെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെ സൗഖ്യമാക്കും, ധൈര്യത്തോടെ പറയണം. അനേകരെ സൗഖ്യമാക്കും, കർത്താവ് കൃപകളാൽ നിറയ്ക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി. കേട്ടില്ല. പ്രദീപ് എന്ന് പറഞ്ഞില്ലേ ബ്രദറെ? പ്രദീപ് ഒരു ദൂത് പറഞ്ഞല്ലോ ഇപ്പൊ. അതെ. അത് 2 പേര് സഹോദരങ്ങളുണ്ട്. അപ്പൊ ഒരു ചേട്ടനും അനിയനും ഉണ്ട്. അപ്പൊ അവരുടെ വീട് മാറണം എന്ന് പറഞ്ഞ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ ദൂത് ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ചേച്ചിയോട് പറയാം. പിന്നെ ആ ചേച്ചിയൊക്കെ സ്നാനപ്പെട്ടതാണ്, മക്കളൊന്നും സ്നാനപ്പെട്ടില്ലെങ്കിലും ദൈവ കുടുംബത്തെ കാണുന്നുണ്ടെന്നും ബ്രദറിലൂടെ ദൂതിലൂടെ വെളിപ്പെടുത്തിയത്. നിശ്ചയമായിട്ടും അവർ ഇത് അയച്ചു കൊടുക്കുക, അവിടെ പറയണം, കർത്താവിന്റെ നാമത്തിൽ ഈ പ്രവചന ആലോചന ഏറ്റെടുക്കുക, വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് അത് ചെയ്യുമെന്ന് പറയണം. കർത്താവ് അതിന്റെ മേൽ പ്രവർത്തിക്കും, ദൈവം ഒരു മുഖാന്തരമാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. കേട്ടില്ല. ഒരു സ്ഥലത്തിന് വേണ്ടിട്ട് 2 വർഷം മുന്നേ 5 ലക്ഷം രൂപ എന്റെ വാങ്ങിച്ചിട്ട് തരാത്ത വ്യക്തി പ്രദീപാണ്. ഞാൻ ഇന്ന് വേറൊരാളോട് അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് ഒരേ ആലോചന ഒരേപോലെ വരുന്നവരെ ഏറ്റെടുത്തോണം, കർത്താവ് അതിന്റെ മേൽ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് ലീന പീറ്റർ. ഞാൻ കോട്ടയത്ത് കിടങ്ങൂര് താമസിക്കുന്നു. എന്റെ മോന് വളരെ നാളുകളായിട്ട് 3 വർഷത്തോളമായി ഒരു പല്ലിന്റെ മോണയിലും പല്ലിന്റെ അസ്ഥിയിലൊക്കെ ഭയങ്കര വേദനയാണ്, താടിയിലും എല്ലാം വേദനയായിരുന്നേ. കഴിഞ്ഞ ദിവസം വളരെയേറെ ഭാരത്താല് വളരെ വേദനയാൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കടന്നുപോയി. പക്ഷെ അതിന് ഒരു 3 വർഷം മുൻപ് ഞങ്ങൾ ഇങ്ങനെ ചെക്കപ്പ് നടത്തിയപ്പോ പറഞ്ഞു പല്ലിന്റെ അസ്ഥി വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവന് കമ്പി ഇടാനൊന്നും പറ്റത്തില്ല, ഒരു 18 വയസ്സാകാതെ ഓപ്പറേഷൻ വേണം, ഓപ്പറേഷനിലൂടെ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ ചൊല്ലി വളരെയേറെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രദറെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ വളരെയേറെ വേദനയാൽ ഞങ്ങള് മെഡിക്കൽ കോളേജിലേക്ക് കടന്നുപോയി. അപ്പോഴ് ഞങ്ങൾക്ക് 10 ദിവസത്തെ ഗുളികയും പിന്നെ പെരട്ടാനുള്ള ഓയിൽമെന്റ് ഒക്കെ തന്നുവിട്ട് ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ കടന്നുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പൊ എല്ലാം മാറി പൂർണ്ണ സൗഖ്യം പൂർണ്ണമായി ഭേദമായിട്ടുണ്ട്, ഒരു വേദനയൊന്നും ഇല്ല,
ഇനി അവന് കമ്പി ഇട്ടോളാൻ പറഞ്ഞു ബ്രദറെ. ഇത് വളരെ ഒരു സാക്ഷ്യമായി ഞാൻ കരുതുകയാണ് ബ്രദറെ. ഞാൻ ഈ നമ്മുടെ ഈ പ്രാർത്ഥനയില് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി നിത്യവും പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, യേശുവിന്റെ തിരുമുറിവിനാൽ കുഞ്ഞിന് സൗഖ്യം വരുമെന്ന് ഞാൻ കുഞ്ഞിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ സോമിൽ കയറുന്ന അശ്വതി ചേച്ചി, ഞങ്ങൾ എന്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ബ്രദറെ കർത്താവ് പൂർണ്ണ സൗഖ്യം കുഞ്ഞിന് തന്നു. ഇനി എത്രയും പെട്ടെന്ന് അവന്റെ പല്ല് കമ്പിടാനുള്ള സജ്ജീകരണം എല്ലാം കർത്താവ് കൊടുത്ത് ഒരുക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ പല്ലിന് കമ്പി ഇട്ടോളാൻ പറഞ്ഞു ബ്രദറെ. ഇത് വളരെ സാക്ഷിയായി ഞാൻ കരുതുകയാണ് നന്ദി ബ്രദറെ. കർത്താവേ. പ്രിയസ് പറഞ്ഞത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാരണം 3 വർഷം മുമ്പ് ഡോക്ടർ നോക്കിയിട്ട് 3 വർഷം മുമ്പ് തുടങ്ങിയ വേദനയായിരുന്നു. മോണയിൽ പറഞ്ഞ പോലെ തന്നെ അസ്ഥി വളരുന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർ തന്നെ പറഞ്ഞില്ല സർജറി വേണം, പക്ഷെ 18 വയസ്സായ സർജറി നടക്കത്തില്ല. പക്ഷെ അതേ ഹോസ്പിറ്റലിൽ തന്നെ പറയാൻ ഇടയായി തീർന്നു. സർജറി വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയും. ഇപ്പൊ വേദനയും അവിടെ ഇല്ല. ഇത് വലിയ അത്ഭുതം തന്നെയാണ്. കാര്യം അങ്ങനെയെങ്കിൽ കർത്താവ് അവന്റെ പല്ലിന്റെ അകത്തുണ്ടാകുന്ന അസ്ഥിയെ ദൈവം തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു, അത് എടുത്തു മാറ്റിയിരിക്കുന്നു. കർത്താവ് അങ്ങ് ചെയ്തതിന് ദൈവം അവിടെ പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ, ഹലോ പറഞ്ഞോ. ഞാൻ ബ്രദർ ഇന്ന് പറഞ്ഞ വചനം, അതായത് നമ്മൾ ദിവസം അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം നമ്മുടെ അന്യഭാഷ പ്രേയറിലും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെന്തായാലും മറ്റുള്ളവർക്കൊന്ന് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ ബ്രദറിനെ, എനിക്ക് വലിയ ഒരു വിഷയം ഉണ്ടായത് ഒഫീഷ്യലി. ആ വിഷയത്തിന്റെ പുറത്ത് അപ്പൊ ബ്രദറിനോട് പറഞ്ഞത് എന്താ, ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. 91 സങ്കീർത്തനം 10-ാമത്തെ വാക്യം, ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ എന്റെ കൂടെ അടുക്കുകയില്ല. അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ മുമ്പിൽ എനിക്കറിയാം ഉണ്ടാവുന്ന വിഷയങ്ങൾ എന്താണെന്ന് അറിയാം. കാര്യം ഒഫീഷ്യലി ഒരു ഭീകരമായ വിഷയമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ എന്റെ കൂടെ അടുക്കുകയില്ല. ഉള്ളിൽ ഭയമായിരുന്നു, ഉള്ളിൽ ഇത് പറയുമ്പോഴൊക്കെ ഭയമായിരുന്നു. ഒരാഴ്ചക്കാലം തുടർച്ചയായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതകരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് മുമ്പ് കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, എങ്കിലും പുതുതായിട്ട് വരുന്നവർക്ക് ഈ വചനം ബ്രദർ ഇന്ന് പഠിപ്പിച്ചു തന്ന വചനം, അതായത് കർത്താവിന്റെ വചനം ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വചനം എന്റെ ഉള്ളിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ ചുറ്റും അത് പ്രവർത്തിച്ച്, ഒരനർത്ഥം എനിക്ക് ഭവിക്കില്ല, ഒരു ബാധയും എന്റെ കൂടെ അടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു തെറ്റ്, എനിക്ക് പറ്റിയൊരു തെറ്റിന്റെ പേരിൽ, മീൻസ് എന്റെ ഒരു നോട്ടപ്പിശ കൊണ്ട് പറ്റിയൊരു കുഴപ്പത്തിന്റെ പേരിൽ വലിയ ഒരുപാട് പേർക്ക് അത് സർവീസിനെ അത് ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോ കർത്താവ് ചെയ്തത്, അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു ഫിഗറിന്റെയാണ്. അത് എല്ലാ ജില്ലയ്ക്കും ആ ഫിഗർ തെറ്റിക്കുകയും പുതിയ ഫിഗർ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ അത് ആരാണെന്നൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥനൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. എങ്കിലും ആ വചനം എനിക്ക് വേണ്ടി വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചത്. കർത്താവിന് ഞാൻ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുന്നു, കർത്താവിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും ഡോംസ്ഫർ പറഞ്ഞ സാക്ഷ്യം നമ്മൾ ഒരിക്കൽ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ജോലി, ഗവൺമെന്റ് ജോലി പോലും വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ചുറ്റുവട്ടവും കൊണ്ടുവന്ന് പിശാച് തന്റെ തന്ത്രം ഉപയോഗിച്ചു. പക്ഷെ അതിലോട്ട് ശ്രദ്ധ പോകാതെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിന് അസ്വസ്ഥത വന്നപ്പോഴും, മാനസികമായ അസ്വസ്ഥത വന്നപ്പോഴും, ചുറ്റുവട്ടം മുഴുവൻ പ്രതികൂലമായപ്പോഴും ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തെടുക്കത്തില്ല എന്നുള്ള വചനം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നു. വചനം പറഞ്ഞുകൊണ്ടിരുന്നു. സകല സാഹചര്യങ്ങളെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നാൽ പിശാചിന് ശക്തി കൂടുകയും നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവന്റെ തന്ത്രങ്ങൾ തകർന്നു പോവുകയും ചെയ്യുന്നതിന്റെ തെളിവായിരുന്നു ആ സാക്ഷ്യം. കർത്താവ് അത് പ്രവർത്തിച്ചു. ഇന്നും ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു, നമ്മുടെ വിഷയം പറയും തോറും പിശാച് ചിരിക്കുകയാണ്, അവൻ സന്തോഷിക്കുകയാണ്. പക്ഷെ വചനം പറയുമ്പോൾ അവന്റെ സകല തലയും തകർത്ത യേശുവിന്റെ നാമം മഹത്വപ്പെടുകയാണ്. നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനിയും നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് സമൃദ്ധമായിട്ട്. ആമേൻ. പറഞ്ഞു. ഞാൻ ആക്ച്വലി കുറച്ച് വർഷം മുമ്പ് കാനഡയിൽ വന്നായിരുന്നു. വന്നിട്ട് ഞാൻ ആക്ച്വലി കുറച്ച് നാളായിട്ട് ജോബ് തപ്പായിരുന്നു. ജോബ് തപ്പിയിട്ട് എനിക്ക് കുറെ മാസമായിട്ട് കിട്ടാതിരുന്നിട്ട് ഞാൻ കുറെ പ്രാർത്ഥിച്ചു. അതിനിട്ട് ഒരു ജോബ് കിട്ടി. അത് പിന്നെ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ വേറൊരു ജോബ് എനിക്ക് റീസെന്റ് ദൈവത്തിന് അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ 2 മാസം ആയതേ ഉള്ളൂ. കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ ദൈവം എന്നെ സ്ലോലി ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ ആ ജോബിൽ കുറച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ബ്രദറെ, രാജ്യത്ത് സാക്ഷ്യമായിട്ട് തന്നെ കർത്താവ് ഇനിയും മാറ്റട്ടെ. എല്ലാ മേഖലയിലും ദൈവം അത്ഭുതമാക്കി മാറ്റും. പറയണം, ഞാൻ ഈ രാജ്യത്ത് യേശുവിന്റെ നാമത്തിൽ ഫലം കായ്ക്കുമെന്ന് തന്നെ, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അത്ഭുതകരമായി ദൈവം ഉയർത്തും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹലോ പറഞ്ഞു. ബ്രദറെ, കേൾക്കാം. എന്റെ മോൾക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ബ്രദറിനോട് പറഞ്ഞായിരുന്നു കുഞ്ഞിന്റെ ജോലിയുടെ കാര്യം. താൽക്കാലിക ജോലിക്കായിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവള് 2-ാം തീയതി ജോലിയിൽ പ്രവേശിച്ചു. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എന്റെ രണ്ടാമത്തെ മോള് വിശ്വാസത്തിലല്ല, പക്ഷെ അവള് സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, നേഴ്സാണ്. അവള് അയർലൻഡിലേക്കുള്ള ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. ഞാൻ വചനം പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. ബ്രദറെ, അതിനായി നന്ദി ആമേൻ. പറയുന്നു. കർത്താവ് ഇനിയും ബ്രദർ സമൃദ്ധമായി രാവിലെ പറഞ്ഞു. ബ്രദർ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. പറഞ്ഞു. ബ്രദർ പറഞ്ഞു, രാവിലെ ഞാൻ വെളുപ്പിനെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും ബ്രദറെ. പ്രാർത്ഥിക്കുമ്പം നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ അപകടം പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ എന്നെ തോന്നിപ്പിക്കുവാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധ മാറ്റാൻ പിശാചിന്റെ തന്ത്രം ആന്നിപ്പം ബ്രദർ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. എനിക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലെങ്കിലും ഞാൻ വെളുപ്പിനെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. 3 മണി തൊട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ചിന്തകളും ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ഇന്ന് എനിക്ക് ബ്രദർ പറഞ്ഞപ്പോ എനിക്ക് അതിനെ കുറിച്ച് മനസ്സിലായി. ബ്രദറെ, ഇതെല്ലാം ബ്രദർ പറഞ്ഞു തന്നതിന് ബ്രദറിന് 1000 നന്ദി ബ്രദറെ. ഒന്നും എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഒരു വചനം പോലും അറിയത്തില്ലാത്ത ഞാനായിരുന്നു. പക്ഷെ ഇപ്പം ബ്രദറിന്റെ ഇതിൽ കയറി, ഇപ്പം 1 കൊല്ലത്തോളമായി ഞാൻ ഇതിൽ കയറി. എനിക്ക് ബ്രദർ പറയുന്ന വചനങ്ങളും എല്ലാം, ഒരു ദിവസം എനിക്കിത് കൂടിയില്ലെങ്കിൽ എനിക്ക് വിഷമമാണ് ബ്രദറെ. കൂടാൻ പറ്റിയില്ലെങ്കിൽ അതുപോലെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബ്രദർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി പ്രാർത്ഥിക്കും. എനിക്കിപ്പം കുറെ സമയം പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് അവസരം ദൈവം ഒരുക്കി തരുന്നുണ്ട് ബ്രദറെ. അതിനെല്ലാം ദൈവത്തിനും ബ്രദറിനും നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി. സിസ്റ്റർ ധൈര്യമായിട്ടിരിക്കുക, പിന്നെയും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞുകൊണ്ടങ്ങ് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ കർത്താവ് ചെയ്യും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് സമൃദ്ധമായിട്ട് നിറയ്ക്കട്ടെ. ആമേൻ. ബ്രദർ ഹലോ പറഞ്ഞു. ബ്രദർ ഇന്നലെ ബ്രദർ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ നിന്ന് വീട്ടിലോട്ട് കയറുന്നതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ചിത്രപ്പണി, ഗണപതിയുടെ ചിത്രപ്പണിയൊക്കെ വെച്ച് സ്വരൂപത്തിന്റെ, അത് ബ്രദർ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ബ്രദർ. അതെന്റെ മകൾ താമസിക്കുന്ന വീട്ടിന്റെ ഫ്രണ്ട് വാതിലിന്റെ അവിടെ കുറുവടിയുടെ മുകളില് ഗ്ലാസ് ഇട്ട്, അത് ഫ്രണ്ടിലത്തെ വാതിലിൽ തന്നെ മുകളില് ഗണപതിയുടെയും പിന്നെ വേറെ ഒക്കെ ദൈവങ്ങളുടെയൊക്കെ പടം കൊത്തുപണിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവര് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഇപ്പൊ പുതിയതായിട്ട് വാടകയ്ക്ക് എടുത്ത വീടാണ്. അപ്പൊ ആ വീട്ടില് പാലുകാച്ച് കഴിഞ്ഞാണ് ഇപ്പൊ മോള് അവിടെ താമസമായത്. അപ്പൊ അവരുടെ അവിടെ പൂജാമുറിയുണ്ട്. ആ പൂജാമുറിയിലും ഗണപതിയുടെ പടവും മറ്റ് സ്വരൂപങ്ങളുടെ ഒക്കെ പടമെല്ലാം ആ ഡോറിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മകള് ആ റൂമിനകത്ത് പൂജാമുറിക്കകത്ത് പിന്നെ ബൈബിള് വച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊന്തയുള്ള കുരിശും വച്ചിരിക്കുന്നു. അതിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചിരിക്കുന്നു. പക്ഷെ കൊന്തയുള്ള കുരിശ് വെച്ചത് എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല. കൊന്തയുള്ളതൊന്നും വയ്ക്കാൻ പാടില്ല, മനുഷ്യനിർമ്മിതമായ ഒന്നും വയ്ക്കാൻ പാടില്ല എന്നാണ്. പിന്നെ അതുപോലെ ഒരു ബൈബിൾ അതിനകത്ത് ആ മുറിയിൽ വച്ചിരിക്കുന്നു ബ്രദർ. പക്ഷെ ഇവരൊന്നും കൂടുതൽ ദൈവത്തിന്റെ വചനമൊന്നും ഉരുവിട്ട് ആശ്രയിക്കുന്നില്ല. സ്തോത്രം. ബ്രദറെ, ഞാൻ രാജേഷ് ആയിരുന്നു, അജിത സിസ്റ്ററിന്റെ ഫോനാണ്. അങ്ങനെ ജോലി സ്ഥലത്ത് വലിയൊരു അപകടം ഉണ്ടായി. ഒരു മെഷീൻ പെട്ടെന്ന് കറണ്ട് സപ്ലൈ വന്നിട്ട് പെട്ടെന്ന് ഓണായിരുന്നു. അപ്പൊ എന്റെ കാലയിൽ കൊണ്ടുവന്ന് പറഞ്ഞ് ജസ്റ്റ് വല്ലാണ്ട് ഈ ജീൻസിന്റെ അവിടെ തന്നെ സ്ക്രാച്ചായി. ദൈവം പെട്ടെന്ന് നമ്മളെ അതിൽ നിന്ന് വിടുവിച്ചു. വലിയൊരു സാക്ഷ്യമായിട്ട് മാറി കേട്ടോ. വലിയൊരു അപകടം വരണ്ടായിരുന്നു. കാരണം ഞാൻ സാക്ഷിയായിട്ട് പറയുന്നു.
ബ്രദറെ പ്രേസിലോട് ഒരു സാക്ഷ്യമുണ്ട്, പറഞ്ഞോട്ടെ. ബ്രദറെ വയറ്റിന് നെഞ്ചിന് പുറത്തും ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ വളരെ സൗഖ്യം വന്നു. ബ്രദറെ ആമേൻ. രണ്ടും ബ്രദർ പ്രൈസലോട് എന്റെ മോൾക്ക് മുട്ടിന് 6 വർഷം കൊണ്ടുള്ള പ്രോബ്ലം ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ബ്രദർ പറഞ്ഞായിരുന്നു മുട്ടിനകത്ത് വേദനയും സൗണ്ട് കേൾക്കുന്നതും നീരും അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരാളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. 6 വർഷം കൊണ്ട് ആ മുട്ട് എപ്പോഴും തെന്നുമായിരുന്നു. ഇപ്പൊ ഈ 6 മാസം കൊണ്ട് കണ്ടിന്യൂ അങ്ങ് ഒരാഴ്ച 2 പ്രാവശ്യമൊക്കെ അങ്ങ് മാറിയിട്ട് അത് ഓപ്പറേഷൻ ചെയ്യണം. MRI ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് വെള്ളം നിറഞ്ഞിടക്കുക, സ്ഥാനത്തല്ല. അത് കാരണം ഒരെണ്ണം ഓപ്പറേഷൻ ചെയ്തിട്ട് മറ്റേതും ചെയ്യണം, രണ്ടും ചെയ്യണം. സ്റ്റെപ്പ് കയറാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു. ബ്രദർ അന്ന് ഒരു 3-4 ദിവസം മുമ്പ് സൗഖ്യം ഇങ്ങനെ ദൂത് പറഞ്ഞായിരുന്നു സൗഖ്യത്തെ കുറിച്ച്. അന്ന് ഞാനത് ഏറ്റെടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പം മുതൽ ഇന്നിപ്പോ അവള് സൈക്കിള് ചവിട്ടിയാണ് പഠിക്കാൻ പോകുന്നതും സ്റ്റെപ്പ് കയറുന്നതിനും ഒന്നിനും ഒരു പ്രശ്നവും ഇല്ല. നേരെ കിടക്കാൻ പറ്റത്തുള്ളായിരുന്നു, ചരിഞ്ഞ് കിടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എപ്പോഴും തെന്നി പോവായിരുന്നു. 2 മുട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് MRI സ്കാനിനകത്ത് ഉണ്ട്. അത് ഇപ്പം പൂർണ്ണമായും സൗഖ്യമായി ബ്രദറെ. ദൈവത്തിന് കോടി നന്ദി. പ്രാർത്ഥിച്ച ബ്രദറിന് വേദനയില്ല. ശകലം വേദന ഇടയ്ക്കുണ്ടെന്ന്, ശകലേ ഉള്ളൂ. പക്ഷെ അത് സഹിക്കാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കേ ഉള്ളു താനും. പക്ഷെ മറ്റേ ഒട്ടും കയറത്തില്ല. സ്റ്റെപ്പ് കയറുന്നത് അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ വല്യമ്മമാരെ പോലെ മമ്മി നടക്കുന്നത്, എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. ഒരു കാല് ബലം കൊടുത്തിട്ട് മറ്റേ കാലിന് ബലം കൊടുക്കാതെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ കാലും വീക്കായി. അപ്പൊ 2 കാലിന്റെ മുട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞിരുന്നത്. MRI സ്കാൻ എടുത്തതാ. അപ്പൊ അവിടെ ഒന്നുകൂടെ വേറൊരു ഡോക്ടറെ കൂടെ കാണിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് അവരുടെ സാറ് പറഞ്ഞത് കൊണ്ട് ഒരു ഡോക്ടറെ കൂടെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബ്രദർ സൗഖ്യത്തെ കുറിച്ച് ദൂത് പറയുന്നത്. ബ്രദർ പറഞ്ഞ അതുപോലെ തന്നെ നീരും സൗണ്ടും അങ്ങനെ വേദനയും അതിശക്തമായ വേദനയാണ് ബ്രദർ പറഞ്ഞിരുന്നത്. അന്ന് മുതൽ അവർക്ക് വ്യത്യാസം വന്നു. പറയാം. സ്തോത്രം. ബ്രദറെ 2 ദിവസം സാക്ഷ്യം പറയാം. ബ്രദർ പിന്നെ നമ്മുടെ വിഷയങ്ങൾ അതാ നടക്കുന്നു ഇതാ നടക്കുന്നു എല്ലാം വിരൽത്തുമ്പത്ത് വരുന്നു. അത് വീണ്ടും താമസം വന്നുകൊണ്ടിരിക്കുന്നു ബ്രദർ. ഈ വിഷയം ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ശരി. ആമേൻ.
ആമേൻ 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 സ്തോത്രം. ബ്രദറെ ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, 6th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം എനിക്കും ഹസ്ബൻഡിനും ഫാമിലിക്കും വേണ്ടി. ഹലോ ബ്രദർ. ഹലോ ബ്രദർ ഒരു പറഞ്ഞില്ലേ പാർവതിന്ന്, അത് എന്റെ അമ്മയാണ് ബ്രദർ. താങ്ക് യു ബ്രദർ. ഹലോ ബ്രദർ, എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദർ പറയാനായിട്ട്. ഹലോ ബ്രദർ. ബ്രദർ എനിക്ക് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഴ്ചയിലായിരിക്കുന്ന ഒരു വ്യക്തി. ഇപ്പൊ ഒത്തിരി മാറ്റം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ കൈകൾക്കും ബലമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്റെ വിരലുകളെല്ലാം നോക്കുമ്പോൾ ബലക്ഷയം വന്നിട്ട് ഇങ്ങനെ അകന്നൊക്കെ ഇരുന്ന ഒരവസ്ഥയാ. വർഷങ്ങളായി, ഒരു 7 വർഷത്തോളമായി. ഇപ്പൊ കൈകൾക്ക് വന്നിട്ട് ഒരു 3-4 വർഷമാകും. അപ്പൊ വിരലൊന്നും ടച്ച് ആകത്തില്ല. അപ്പൊ ഇപ്പൊ എന്റെ വിരലുകൾക്ക് ഒത്തിരി മാറ്റം ദൈവം തന്നു. ഇന്ന് ആ ചൂണ്ട് വിരലും എന്റെ തള്ള വിരലുമായിട്ട് നന്നായിട്ട് ടച്ചായി. എനിക്ക് തള്ള വിരലും കൊണ്ട് ചൂണ്ട് വിരൽ ഇങ്ങനെ തടവുന്ന രീതിയിൽ ഒരു മാറ്റം എനിക്ക് കർത്താവ് തന്നു ബ്രദർ. അതിനെ ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു ബ്രദർ.